ഹായ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇൻവെസ്റ്റിഗേഷൻ ഫംഗ്ഷൻസ് ആണ് അല്ലെ. ഈ പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിക്കുന്ന ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷനും മാക്സിമം മിനിമം അല്ലേ, അതാണ് ഈ ഹെഡിങ്ങിന് കഴിഞ്ഞാൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വൃത്തിയായിട്ട് മനസ്സിലാണെന്ന് വെച്ചാൽ ജെ അഡ്വാൻസിന് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണിത് ഇൻക്രീസിങ് ഡിക്രീസിങ് മാക്സിമം ആൻഡ് മിനിമം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അടാ നമ്മൾ ഈ സീരീസിൽ 1-2 വീഡിയോസ് ഇപ്പൊ തന്നെ അപ്ലോഡ് ആയിട്ടുണ്ടാവും അല്ലെ. ഈ സീരീസിൽ എന്താ ജെ അഡ്വാൻസിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏരിയാസ്, ആ ഏരിയസ് കവർ ചെയ്യാണ് ഈ ഒരു സീരീസിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഏരിയ ആണെന്ത് മാക്സിമ ആൻഡ് മിനിമ അല്ലെങ്കിൽ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. ഓക്കെ, ഈ ടോപ്പിക്കിൽ ഞാൻ മറ്റേ സീരീസിലെ വീഡിയോസ് ചെയ്ത പോലെ തന്നെ ആദ്യം തിയറി പറഞ്ഞിട്ട് പിന്നെ ചെയ്യല്ല ചെയ്യുന്നത്. പകരം ഞാൻ ഇവിടെ ഒരു 8ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും അല്ലെ. ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴേ അവിടെ ഞാൻ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻ ആവശ്യമായുള്ള തിയറീസ് കംപ്ലീറ്റ് ആവും കവർ ചെയ്യും അല്ലെ. അങ്ങനെ കവർ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് 8 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ തിയറിയും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ ബേസ് ചെയ്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഈ കാണുന്ന ടോപ്പിക് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യും, അതിന്റെ തിയറി പറയും, അപ്പൊ എന്ത് ചെയ്യും, അങ്ങനെ 8 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യമുള്ള എല്ലാ തിയറീസും നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആകും. ആ ഒരു രീതിയാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജെ അഡ്വാൻസ് 2025 വളരെ മനോഹരമായ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കലും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് ആദ്യം പറയേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആവശ്യമുള്ള തിയറി ഞാൻ പറയാൻ പോണേ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറയേണ്ട കാര്യം സൈൻ എക്സ് ബൈ എക്സിന്റെ ഗ്രാഫാ അല്ലെ. എന്താ സൈൻ എക്സ് ബൈ എക്സിന്റെ ഗ്രാഫ്? ഇതാണ് സൈൻ എക്സ് ബൈ എക്സിന്റെ ഗ്രാഫ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ് 0 ആണെങ്കിൽ സൈൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ 1ലേക്ക് ടെൻഡ് ചെയ്യില്ലേ അല്ലെ. എക്സ് 0 ആണെങ്കിൽ സൈൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ എന്താ 1ലേക്ക് ടെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എക്സ് 0 ആണെങ്കിൽ സൈൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ എന്താ 1ലേക്ക് ടെൻഡ് ചെയ്യും അല്ലെ. ഇനി അപ്പൊ എക്സ് 0 ആകുമ്പോൾ 1ലേക്ക് ടെൻഡ് ചെയ്യും, അതൊക്കെ അല്ലെ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം എക്സ് പൈ ആണെങ്കിലോ, അവിടെ എക്സ് പൈ ആണെങ്കിൽ ഇത് സൈൻ പൈ ബൈ പൈ ആവൂലേ അല്ലെ. അവിടെ സൈൻ പൈ 0 അല്ലേ, അപ്പൊ 0 ബൈ പൈ ആവൂലേ, അപ്പൊ 0. അപ്പൊ എക്സ് പൈ ആണെങ്കിലും എക്സ് 2 പൈ ആണെങ്കിലും എക്സ് 3 പൈ ആണെങ്കിലും എക്സ് 4 പൈ 5 പൈയിലൊക്കെ എന്താണ് 0. അപ്പൊ ഗ്രാഫ് ഇങ്ങനെ വരിക. എങ്ങനെയാ? അവിടെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ അയക്കാം, 0 പൈ 2 പൈ 3 പൈ 4 പൈ അല്ലെ. എടാ സൈൻ എക്സ് ബൈ എക്സിന്റെ ഗ്രാഫാണ് ഞാൻ വരക്കുന്നത് അല്ലെ. എക്സ് 0 ആകുമ്പോൾ 1ലേക്ക് ടെൻഡ് ചെയ്യും, ഇത് 1 ആണ്, 1ലേക്ക് ടെൻഡ് ചെയ്യും അല്ലെ. ഇനി പൈ ആകുമ്പോൾ സൈൻ പൈ എന്താ സൈൻ പൈ ബൈ പൈ, സൈൻ പൈ ബൈ പൈ 0 ബൈ പൈ 0 അല്ലേ. എഗെയിൻ ഇങ്ങനെ പോകും അല്ലെ. സൈൻ 2 പൈ ബൈ പൈ 0 അല്ലേ, സൈൻ 3 പൈ ബൈ പൈ 0 അല്ലേ, സൈൻ 4 പൈ ബൈ, ഇതല്ലേ ഏകദേശം ഗ്രാഫ് വരാ. ഏകദേശം ഗ്രാഫ് ഒരു റഫ് ഫിഗർ അതേപോലെ ഇവിടെ വരും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ വരച്ചുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ പോകും ഗ്രാഫ്. ഓക്കെ, അപ്പൊ എന്റെ റഫ് ഫിഗർ ഞാൻ വരച്ചെന്നുള്ളൂ. അപ്പൊ ആ കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പൊ എന്താ മനസ്സിലാണത്, സൈൻ എക്സ് ബൈ എക്സ് എക്സ് 1 ആകുമ്പോഴാ 0, എക്സ് 1 ആകുമ്പോഴാ 0, പിന്നെ ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് ആ ഗ്രാഫ് സൈൻ പൈ ബൈ സൈൻ എക്സ് ബൈ എക്സ് ഗ്രാഫ്. ആ ഗ്രാഫിന്റെ ഷേപ്പ് ഏകദേശം എന്ത് ചെയ്യുക, ഓർത്തു വെക്കാന്ന് മാത്രം, വേറെ കാര്യങ്ങളൊന്നുമില്ല. ആ ഗ്രാഫിന്റെ ഷേപ്പ് ജസ്റ്റ് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ സൈൻ പൈയിലും സൈൻ 2 പൈയിലും 3 പൈ 4 പൈ 5 പൈയിലൊക്കെ എന്താണ് അതിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ ആണ് ഇതിന്റെ ഈ സൈൻ എക്സ് ബൈ എക്സിന്റെ ഗ്രാഫിന്റെ ഐഡിയ ആണ് നമുക്ക് എന്തുണ്ട് ഈ കാണുന്ന ടോപ്പിക്ക് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അത് മനസ്സിലാക്കണേ. ഈ ഗ്രാഫ് ഞാൻ വായിക്കാൻ പോണേ, ഇത് റഫ് ഫിഗർ ആണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ വായിച്ചു. ഓക്കെ, ഇനി നോക്കണേ ഇവിടെ എന്താ let R denote the set of all real numbers. Let f is from R to R be defined by this function. ഇതാണ് ഫംഗ്ഷൻ അല്ലെ. ആ ഫംഗ്ഷൻ ആരാ 6x plus sin x by 2x plus sin x if x is not equal to 0 അല്ലെ. പിന്നെ 7/3 if x equal to 0 അല്ലെ. ഈ ഓപ്ഷനിൽ പറയുന്ന മൊത്തം ആരെ കുറിച്ചാ, മാക്സിമം ആൻഡ് മിനിമം അല്ലേ, ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം അല്ലേ അല്ലെ. അപ്പൊ അത് ഞാൻ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഈ ഫംഗ്ഷൻ ഒന്ന് ഡിലേ പോണേ. ഈ ഫംഗ്ഷൻ ഡിലേ പോണേ. ഫംഗ്ഷൻ ആരാ x 0 അല്ലെങ്കിൽ ഫംഗ്ഷൻ ആരാ എക്സ് 0 അല്ലെങ്കിൽ ഫംഗ്ഷൻ ആരാ 6x plus sin x by 6x plus sin x by 2x plus sin x. എല്ലാ ടേമിനും x കൊണ്ട് എടുത്തു. അപ്പൊ എന്താ എക്സും പോയി എക്സും പോയി, ബാക്കി എന്താ 6 plus sin x by x by 2 plus sin x by x അല്ലെ. അതിന്റെ ലിമിറ്റ് വാല്യൂ എന്തായിരിക്കും അറ്റ് x equal to 0 അവിടെ x equal to 0 ഈ ഫംഗ്ഷൻ ലിമിറ്റ് വാല്യൂ എന്തായിരിക്കും, സിമ്പിൾ ആയിരിക്കുക 6 പ്ലസ് sin x by x ന്റെ ലിമിറ്റ് വാല്യൂ 1 അല്ലേ അല്ലെ, ബൈ 2 പ്ലസ് sin x by x ന്റെ ലിമിറ്റ് വാല്യൂ 1 അല്ലേ. അപ്പൊ 6 plus 1 7 ആണോടാ, 2 plus 1 3 അല്ലേ, അപ്പൊ 7/3 അല്ലേ വരാ അല്ലെ. അപ്പൊ ആ ഫംഗ്ഷൻ ലിമിറ്റ് വാല്യൂ എന്താ 7/3 ആ ഫംഗ്ഷൻ ലിമിറ്റ് വാല്യൂ 7/3 FO 0 7/3 അല്ലേ.
സോ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അല്ലെ. ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. എന്താണ് മക്കളെ? sin x by x ലിമിറ്റ് വാല്യൂ 1 അല്ലേ? ഇത് 1 ഇത് 1. അപ്പൊ 6 + 1 7 ആണ്. 2 + 1 3 ആണ്. അപ്പൊ 7/3 അല്ലേ ഈ ഫംഗ്ഷൻ ലിമിറ്റ് വാല്യൂ വരെ x = 0 അല്ലെ. അപ്പൊ ലിമിറ്റ് വാല്യൂ എന്താണ്? 7/3. അതേപോലെ f of 0 7/3 അല്ലേ. സോ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. മനസ്സിലായി? ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്ന കാര്യം നോക്കണേ. ആടാ ഈ 6+നെ ഞാൻ 4+2 ആക്കി അല്ലെ. 4+2 6 അല്ലെ. സോ 4+2 + sin x by x by 2 + sin x by x ആക്കി അല്ലെ. ഇനി സ്പ്ലിറ്റ് ചെയ്യാലോ അല്ലെ. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതല്ലേ ഒരു ടേം വരാ. ആ ടേം വരാ 4/2 + sin x by x അല്ലെ. പ്ലസ് അടുത്ത ടേം ഇതല്ലടാ. ആ ടേം ആരാ? 2 + sin x by x by 2 + sin x by x എന്താ? 1 അല്ലേ അല്ലെ. അപ്പൊ ഇതെന്തായി? 1 + 4/2 + sin x by x. ഇതാണ് എന്റെ ഫംഗ്ഷൻ. എന്റെ ഫംഗ്ഷൻ എന്താടാ? 1 + 4/2 + sin x by x അല്ലെ. ഈ ഫംഗ്ഷൻ എപ്പോഴും മാക്സിമം ആവാ. ഈ ഫംഗ്ഷൻ മാക്സിമം ആണെങ്കിൽ ഡിനോമിനേറ്റർ മിനിമം ആയി പോലെ അല്ലെ. ഡിനോമിനേറ്റർ മിനിമം ആകുമ്പോഴാണ് ഫംഗ്ഷൻ മാക്സിമം ആവുക. കാരണം ഡിനോമിനേറ്റർ അവിടെ ഫംഗ്ഷൻ ഉള്ളൂ, വേരിയബിൾ ഫംഗ്ഷൻ എന്താ ഉള്ളൂ? ഡിനോമിനേറ്റർ മാത്രമേ ഉള്ളൂ അല്ലെ. അങ്ങനെയെങ്കിൽ sin x by x മിനിമം ആകുമ്പോൾ എന്റെ ഫംഗ്ഷൻ മാക്സിമം ആവൂലേ അല്ലെ. അതേപോലെ sin x by x മാക്സിമം ആകുമ്പോൾ എന്റെ ഫംഗ്ഷൻ മിനിമം ആവൂലേ അല്ലെ. അവിടെ എന്റെ ഫംഗ്ഷനിലെ ഡിനോമിനേറ്ററിൽ ആരുള്ളത്? sin x by x ഉള്ളത് അല്ലെ. അങ്ങനെയെങ്കിൽ sin x by x മിനിമം ആകുമ്പോൾ എന്റെ ഫംഗ്ഷൻ മാക്സിമം ആവും അല്ലെ. sin x by x മാക്സിമം ആകുമ്പോൾ എന്റെ ഫംഗ്ഷൻ എന്താവും? മിനിമം ആവും അല്ലെ. അങ്ങനെയെങ്കിൽ നോക്കണേ, ഇവിടെയൊക്കെ sin x by x എന്താണ്? മാക്സിമം ആണ്. ഇവിടെയൊക്കെ sin x by x മാക്സിമം ലോക്കൽ മാക്സിമം അല്ലേ അല്ലെ. അങ്ങനെയെങ്കിൽ ഇവിടെയൊക്കെ നമ്മുടെ ഫംഗ്ഷൻ, എന്റെ ഫംഗ്ഷൻ മിനിമം ആവൂലേ. ഇവിടെ ഫംഗ്ഷൻ മിനിമാണ്, ഇവിടെ ഫംഗ്ഷൻ മിനിമാണ്, ഇവിടെ ഫംഗ്ഷൻ മിനിമാണ്, ഇവിടെ 6π ഉണ്ട് കേട്ടോ. എനിവേ ഇവിടെ ഫംഗ്ഷൻ മിനിമാണ്. അങ്ങനെ വരും അല്ലെ. കാരണം അടുത്ത് sin x by x ഗ്രാഫാ. ആ sin x by x ലോക്കൽ മാക്സിമം വരുന്നത് നമ്മുടെ ഫംഗ്ഷൻ മിനിമം വരിക അല്ലെ. കാരണം എന്താ? എന്റെ ഫംഗ്ഷൻ sin x by x ഡിനോമിനേറ്ററിലാ. അപ്പൊ ഡിനോമിനേറ്ററിലത്തെ ഒരാൾ മാക്സിമം ആകുമ്പോൾ ആ ഫംഗ്ഷൻ എന്താവും? മിനിമം. ഡിനോമിനേറ്ററിലത്തെ ഒരാൾ മിനിമം ആകുമ്പോൾ എന്റെ ഫംഗ്ഷൻ എന്താവും? മാക്സിമം അല്ലെ. അപ്പൊ ഇതൊക്കെ എന്റെ ഫംഗ്ഷൻ മാക്സിമം. ഈ sin x by x മാക്സിമം, sin x by x മാക്സിമം എന്റെ ഫംഗ്ഷൻ മിനിമം അല്ലേ. യെസ്. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ മിനിമം അല്ലെ. ഇനി ഇവിടെ എന്താ? ഫംഗ്ഷൻ മാക്സിമം അല്ലെ. കാരണം എന്താ? sin x by x മിനിമം അവിടെ. അപ്പൊ എന്റെ ഫംഗ്ഷൻ എന്താ? മാക്സിമം. എന്റെ ഫംഗ്ഷൻ ഇവിടെയും മാക്സിമം ആണ്, ഇവിടെയും ഫംഗ്ഷൻ മാക്സിമം ആണ്. കഴിയുമല്ലോ അല്ലെ. അപ്പൊ sin x by x ഗ്രാഫ് വരച്ചു. ആ sin x by x മാക്സിമം ആവുന്നിടത്ത് എന്റെ ഫംഗ്ഷൻ മിനിമാണ്. sin x by x മിനിമം ആവുന്നത് എന്റെ ഫംഗ്ഷൻ എന്താണ്? മാക്സിമം. ഇനി ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ പറ എന്താ? x = 0 ഈസ് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണോ? അല്ല, x = 0 എന്ന് പറയുന്നത് ഇതല്ലേ, അത് മിനിമം അല്ലേ. മിനിമാണ്. അപ്പൊ തെറ്റാ. x is 0 ലോക്കൽ മിനിമം, അത് ശരിയാണ്. ആ ലോക്കൽ മിനിമം അല്ലെ. നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ഇൻ ദ ഇന്റർവൽ π to 6π ഈസ് 3 അല്ലെ. അവിടെ പൈന്റെയും 6πന്റെ ഇടയിൽ ഇതല്ലേ പൈ, ഇതല്ലേ 6π അല്ലെ. പൈന്റെയും 6πന്റെയും ഇടയിൽ എന്താണ്? പൈന്റെയും 6πന്റെ ഇടയിൽ ലോക്കൽ മാക്സിമം 3 ഉണ്ട്. എന്താണ്? പൈന്റെയും ഇതാണ് പൈയും ഇതാണ് 6π, അതിന്റെ ഇടയിൽ ലോക്കൽ മാക്സിമം 3 ഉണ്ടോ? ഒരു ലോക്കൽ മാക്സിമം, 2 ലോക്കൽ മാക്സിമം, 3 ലോക്കൽ മാക്സിമം ഉണ്ട് അല്ലെ. അപ്പൊ അത് ശരിയാണ്. ഈ ഓപ്ഷൻ പറഞ്ഞാ പൈന്റെയും 6πന്റെ ഇടയിലേ 3 ലോക്കൽ മാക്സിമം ഉണ്ട്. 3 ലോക്കൽ മാക്സിമം. അപ്പൊ ഞാൻ നോക്കി പൈ എവിടെയാ? ഇതാണ് പൈ അല്ലെ. 6π ഇവിടെ വരിക. ആ പൈന്റെയും 6πന്റെ ഇടയിലേ 1 2 3 ലോക്കൽ മാക്സിമം ഉണ്ട് അല്ലെ. ഈ sin x by x മിനിമ. അപ്പൊ അവിടെ എന്റെ ഫംഗ്ഷൻ മാക്സിമം ആവാ. സോ 3 ലോക്കൽ മാക്സിമം ഉണ്ട്. കറക്റ്റാ. അത് കറക്റ്റാ അല്ലെ. ഇനി നമ്പർ ഓഫ് പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ ഇൻ ദ ഇന്റർവൽ 2π to 4π അല്ലെ. 2π to 4π ആണ്. ഇതല്ലേ 2π, ഇതല്ലേ 4π, ഇതാണ് 2π, ഇതാണ് 4π അല്ലെ. അതിന്റെ ഇടയിൽ എത്ര മിനിമം ഉണ്ട്? അതിന്റെ ഇടയിൽ ഒറ്റ മിനിമല്ലേ ഉള്ളൂ അല്ലെ. അവിടെ ഇതാണ് 2π, ഇതാണ് 4π. ആ 2πന്റെ 4πന്റെ ഇടയിലേ ഒരു മിനിമേ ഉള്ളൂ, ഒരു മിനിമം. അതെന്നല്ലേ പറഞ്ഞ്, അപ്പൊ അതും ശരിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബിയും സിയും ഡിയും ശരിയാണ്. ഇതാണ് കേസ്. ഓക്കെ, അപ്പൊ കാര്യം വൃത്തിയായിട്ട് മനസ്സിലായി വിചാരിക്കാൻ. നല്ല അടിപൊളി ക്വസ്റ്റൻ ആണ്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ആ sin x by x ഗ്രാഫ് അറിയാന്ന് മാത്രമേ ഉള്ളൂ. sin x by x വാല്യൂ 1ലേക്ക് ടെൻഡ് ചെയ്യും അറ്റ് x 0. പിന്നെ പൈയിലും 2πയിലും 3πയിലും 4πയിലൊക്കെ 0 ആയിരിക്കും അല്ലെ. പിന്നെ ഇവിടെ കേസ് എന്താ? ഇവിടെ sin x by x എന്താ ഡിനോമിനേറ്റർ വരുന്നത് അല്ലെ. അങ്ങനെ sin x by x മാക്സിമം ആവുന്ന വിധത്തിൽ
മാക്സിമം ആകുമ്പോൾ ഫംഗ്ഷൻ എന്താവും മിനിമം. അതുപോലെ sin x by x മിനിമം അതിന്റെ ഫംഗ്ഷൻ എന്താവും മാക്സിമം ആവുമെന്ന് മനസ്സിലാക്കുക. വേറെ ഒന്നും അവിടെ ചെയ്യല്ല, അത് ക്ലിയർ ആയി വിചാരിക്കാണ്. നെക്സ്റ്റ് വൺ ജെയ് അഡ്വാൻസ് 2022 ജെയ് അഡ്വാൻസ് ക്വസ്റ്റൻ ആണ്. ഇത് ആക്ച്വലി സീക്വൻസ് ആൻഡ് സീരീസ് നമ്മൾ ഈ ചാപ്റ്റർ മിക്സ് ചെയ്ത ക്വസ്റ്റൻ ആണ്. ഇവിടെ എന്താ ആൽഫ ആരാ? summation of k equal 1 to infinity sin raised to 2k pi by 6. അതിന് ഞാൻ sin pi by 6 raised to k കൂടെ k അല്ലേ 2k അല്ലേ 2k അല്ലേ? യെസ്. സോ ദാറ്റ് ഈക്വൽ summation of k equal 1 to infinity അല്ലേ? അവിടെ sin pi by 6 1/2 അല്ലേ? sin 30 1/2 അല്ലേ? അവിടെ sin 30 1/2 ആണ്. അപ്പൊ sin pi by 6 എന്താണ്? 1/2 ആണ്. sin pi by 6 1/2 നമ്മളെ അത് 1/2 raised to 2k അല്ലേ? അല്ലെ? ഞാൻ സമ്മേഷൻ അപ്ലൈ ആണ്. സമ്മേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് കേക്ക് 1 കൊടുക്കണ്ടേ അല്ലെ? അവിടെ k 1 ആയാലേ k 1 ആയത് 1/2 സ്ക്വയർ ആവില്ലേ അല്ലെ? അവിടെ k 1 ആയാലേ 1/2 സ്ക്വയർ ആവും അല്ലെ? k 2 ആയാലോ k 2 ആയി 1/2 raised to 4 ആവും. k 3 1/2 raised 6 ആവും, എക്സെട്രാ അപ് ടു ഇൻഫിനിറ്റി അല്ലേ അല്ലെ? ഇതെങ്ങനെ ചെയ്യാ? അവിടെ ആദ്യം 1/2 സ്ക്വയർ, പിന്നെ 1/2 raised 4, പിന്നെ 1/2 raised 6. ഇതൊരു GP അല്ലേ? ആ ജീപ്പിന്റെ ഫസ്റ്റ് ഡമാര 1/2 സ്ക്വയർ അല്ലേ അല്ലെ? കോമൺ റേഷ്യോ 1/2 സ്ക്വയർ അല്ലേ? 1/2 സ്ക്വയറിന് മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ് അല്ലെ? അങ്ങനെയെങ്കിൽ what is sum of infinite terms of GP? അവിടെ sum of infinite terms of GP ആണ് ഇക്വേഷൻ എന്താ? a/1 - r അല്ലേ അല്ലെ? sum of infinite terms of GP ആണ് ഇക്വേഷൻ എന്താ? a/1 - r. അവിടെ a ഫസ്റ്റ് ടേം r കോമൺ റേഷ്യോ അല്ലേ അല്ലെ? ഫസ്റ്റ് ടേം ആണ് അവിടെ 1/2 സ്ക്വയർ, അത് 1/4 ആ. ഡിവൈഡ് ബൈ 1 - r 1/4 അല്ലേ? അപ്പൊ എന്താ 1/4 ഡിവൈഡ് ബൈ 1 - 1/4 3/4 അല്ലേ? ഈ 4 പോയാലേ ആൽഫ 1/3 ആൽഫ ആരാ? 1/3. പക്ഷെ ആൽഫ കാണല്ല നമ്മളെ ലക്ഷ്യം. പക്ഷെ ആൽഫ കിട്ടി അല്ലെ? ആൽഫ കാണുക അല്ല നമ്മളെ ലക്ഷ്യം. പക്ഷെ ആൽഫ കിട്ടി. ആൽഫ വേണം നമുക്ക് അല്ലെ? ആൽഫ എന്താണ്? 1/3 ആണ് അല്ലെ? അങ്ങനെ നമുക്ക് എന്താ പറയുക? g(x) ആരാ? ഇതാ g(x) ആരാ? നോക്കണേ. g(x) ആരാ? 2 raised to alpha x plus 2 raised to alpha into 1 - x. 2 raised to alpha x plus 2 raised to alpha into 1 - x അല്ലേ? സോ 2 raised to alpha 1/3 അല്ലേ? സോ alpha x എന്താവും? 1/3 x ആവും, x/3 പ്ലസ് 2 raised to alpha into 1 - x 1 - x/3 ആവില്ലേ? ഇതാണ് എന്റെ ഫംഗ്ഷൻ അല്ലെ? ഈ ഫംഗ്ഷന്റെ എന്ത് കാണും? ഇതാണ് ഫംഗ്ഷൻ അല്ലെ? ആ ഫംഗ്ഷന് മിനിമം വാല്യൂ പറഞ്ഞിട്ടുണ്ട്, മാക്സിമം വാല്യൂ പറഞ്ഞിട്ടുണ്ട്. ദെൻ മാക്സിമം എത്ര പോയിന്റ് ഉണ്ട്, മിനിമം എത്ര പോയിന്റ് ഉണ്ട് അല്ലെ? എടാ എന്റെ ഫംഗ്ഷന് കിട്ടി അല്ലെ? ആ ഫംഗ്ഷന് മാക്സിമം മിനിമം കാണാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു അല്ലെ? ഈ ഫംഗ്ഷന് മാക്സിമം കാണും, മിനിമം കാണും അല്ലെ? എങ്ങനെ ഫംഗ്ഷൻ മാക്സിമം മിനിമം കാണാം അല്ലെ? ഒരു ഫംഗ്ഷൻ മാക്സിമം ആണെങ്കിൽ മിനിമം ആണെങ്കിൽ ഡെറിവേറ്റീവ് വാല്യൂ 0 ആണ്ടേ അല്ലെ? അതായത് ഒരു ഫംഗ്ഷൻ മാക്സിമം ആണെങ്കിൽ മിനിമം ആണെങ്കിൽ ഡെറിവേറ്റീവ് വാല്യൂ എന്താണ്? 0 അല്ലെ? അപ്പൊ ആദ്യം ഡെറിവേറ്റീവ് ആണ് കേട്ടോ. ഡെറിവേറ്റീവ് ആണ് നമ്മുടെ g'(x). What is derivative 2 raised to x by 3? Derivative a raised to x log ആണ് അല്ലെ? അപ്പൊ ഡെറിവേറ്റീവ് 2 raised to x by 3 എന്താ? 2 raised to x by 3 into log 2 അല്ലെ? കഴിഞ്ഞോ? ഇല്ല, ഇനി x by 3 ഉണ്ട് അല്ലെ? ആ x by 3 ഡെറിവേറ്റീവ് എന്താ? 1/3 ആണ്. പ്ലസ് എഗെയിൻ ഇത് ഡെറിവേറ്റീവ് എന്താ? നമുക്ക് ഡെറിവേറ്റീവ് a raised to x into log അല്ലേ? അപ്പൊ ഡെറിവേറ്റീവ് 2 raised to 1 - x by 3 എന്താ? 2 raised to 1 - x by 3 into log 2 അല്ലെ? ഇൻറ്റു ഡെറിവേറ്റീവ് 1 - x by 3 - 1/3 അല്ലേ? ഇതാണ് f'(x) അല്ലെ? ഇവിടെ എനിക്ക് ആരെ കോമൺ എടുക്കാം? log 2 into 1/3 കോമൺ എടുക്കാലോ അല്ലെ? log 2 into 1/3 കോമൺ എടുക്കാം. log 2 into 1/3 കോമൺ എടുത്താലേ ഇവിടെ ബാക്കി ആരാ? 2 raised to x by 3 അല്ലേ അല്ലെ? ഇവിടെ ബാക്കി ആരാ? മൈനസ് ഇൻറ്റു 2 raised to 1 - x by 3. സോ മൈനസ് ഓഫ് 2 raised to 1 - x by 3 അല്ലേ? ഇതാണ് g'(x) അല്ലെ? അപ്പൊ എന്താണ്? ഈ ഫംഗ്ഷൻ മാക്സിമം ആവണമെങ്കിൽ ഡെറിവേറ്റീവ് വാല്യൂ 0 ആവണ്ടാ. എടാ ഈ ഫംഗ്ഷൻ മാക്സിമം വെച്ച് അല്ലെ? ഫംഗ്ഷൻ മാക്സിമം എവിടേക്കാവാം? ഇത്ര കളിക്കാം. ഒരു ഫംഗ്ഷൻ മാക്സിമം എവിടേക്കാ? മാക്സിമം ആണെങ്കിൽ മിനിമം ആണെങ്കിൽ എവിടേക്കാവാം? തിയറി ഒരു ഫംഗ്ഷൻ മാക്സിമം ആവണമെങ്കിൽ മിനിമം ആണെങ്കിൽ ഒന്നെങ്കിൽ ഡെറിവേറ്റീവ് വാല്യൂ 0 ആണ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എൻഡ് പോയിന്റ് ആണ്. എന്താണ്? ഒരു ഫംഗ്ഷൻ മാക്സിമം മിനിമം എവിടേക്കാവാ? ഒന്നെങ്കിൽ ഡെറിവേറ്റീവ് വാല്യൂ 0 ആണ് അല്ലെ? അല്ലെങ്കിൽ ഡെറിവേറ്റീവ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എൻഡ് പോയിന്റ് ആണ് ഫംഗ്ഷന്റെ. ഈ 3 കേസുകൾ ആ ഒരു ഫംഗ്ഷൻ മാക്സിമം മിനിമം ആവാം അല്ലെ? അപ്പൊ ഡെറിവേറ്റീവ് ഇതിന് ഡെറിവേറ്റീവ് അല്ലേ? ഈ ഡെറിവേറ്റീവ് പ്ലസ് 0 ആവാം. log 2 0 ആവില്ല, 1/3 0 ആവില്ല. പിന്നെ ഇയാൾ 0 ആണ്ടേ, അതാരാ? 2 raised to x by 3 minus 2 raised to 1 - x by 3 എന്താണ്?
സീറോ ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ 2x/3 എന്ന് പറഞ്ഞാലേ ഈ മൈനസ് ഇങ്ങോട്ട് പ്ലസ് ആവില്ലേ, 2(1 - x/3) അല്ലെ. അങ്ങനെ ഈ പവർ സെയിം ആയി പോരെ, പവർ സെയിം ആയി പോരെ. അപ്പൊ എന്താ എക്സ്, കാരണം ബേസ് രണ്ടും സെയിം ആ, സോ പവർ സെയിം ആണ്. അപ്പൊ x/3 = 1 - x/3 ആവും. ഇത്രയും കട്ട് ചെയ്യാം. അപ്പൊ എക്സ് എന്താ 1 - x. ഇങ്ങോട്ട് 2x1 അല്ലേ, 2x1 എക്സ് എന്താ 1/2 അല്ലെ. അപ്പൊ ഒരു എക്സ് വാല്യൂ എന്താ 1/2 ആണ് അല്ലെ. ഇവിടെ ഡെറിവേറ്റീവ് നോട്ട് ഡിഫൈൻ ആവുന്നില്ല കേട്ടോ, കാരണം ഇവിടെ എന്താണ് ഫംഗ്ഷൻ a⁴x എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അല്ലെ. 2(α(x) എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അല്ലേ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഗ്രാഫ് എപ്പോഴും ഇങ്ങനെയാ അല്ലെ. അതൊരിക്കലും എന്താവില്ല, നോൺ ഡിഫറൻഷ്യബിൾ ആവില്ല. ഇനി ഡെറിവേറ്റീവ് വാല്യൂ ഇവിടെ എന്താകുന്നുണ്ട്, 0 ആവുന്നുണ്ട് അല്ലെ. ഡെറിവേറ്റീവ് വാല്യൂ ഇവിടെ 0 ആവുന്നില്ലേ. ആ 0 എന്ന പോയിന്റ് എവിടെയാ 1/2 ആണ് അല്ലെ. അപ്പൊ മാക്സിമം അല്ലെങ്കിൽ മിനിമം വരാവുന്ന ഒരു പോയിന്റ് ആരാ 1/2 ആണ്. ഫംഗ്ഷനെ മാക്സിമം മിനിമം ആവാം അല്ലെ. ആ മാക്സിമം മിനിമം എവിടേക്ക് ആവാം, ഡെറിവേറ്റീവ് വാല്യൂ 0 എന്ന പോയിന്റിൽ, ഡെറിവേറ്റീവ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ് എൻ പോയിന്റില അല്ലെ. പക്ഷെ ഇവിടെ എന്റെ ഫംഗ്ഷൻ ആരാ 2 സംതിങ് ആ അല്ലെ, സംതിങ് ഫംഗ്ഷൻ ആണല്ലേ. ഇതൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഒരിക്കലും എന്താവില്ല, നോൺ ഡിഫറൻഷ്യബിൾ ആവില്ല അല്ലെ. ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്തല്ല, നോൺ ഡിഫറൻഷ്യബിൾ അല്ല, കാരണം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഗ്രാഫ് ഇങ്ങനെ വരിക, അത് ഷാർപ്പ് റീജിയൻ വരുന്നില്ല, അപ്പൊ ഡിഫറൻഷ്യബിൾ ആണ് അല്ലെ. അപ്പൊ ഡെറിവേറ്റീവ് വാല്യൂ 0 എന്ന പോയിന്റ് എവിടെയാ 1/2 ആണ്. ഇനി ആരെ കൂടി ചേർക്കുക, എൻ പോയിന്റ് ചേർക്കുക അല്ലെ. എൻ പോയിന്റ് ആരൊക്കെയാ, 0 ഉം 1 അല്ലേ. എൻ പോയിന്റ് ആരൊക്കെയാ 0 ഉം 1. അപ്പൊ ഇത്രയും പോയിന്റിലാണ് ഫംഗ്ഷൻ എന്താ, ഈ 3 പോയിന്റിൽ ഏതെങ്കിലും പോയിന്റിലായിരിക്കും ഫംഗ്ഷൻ മാക്സിമം മിനിമം ആവാം അല്ലെ. ഈ 3 പോയിന്റിലെ ഏതെങ്കിലും പോയിന്റിലായിരിക്കും ഫംഗ്ഷൻ എന്ത് ചെയ്യുക, മാക്സിമം മിനിമം ആവാം അല്ലെ. അതെങ്ങനെയാണ് എടുക്കുക, ഈ പോയിന്റ് ഫംഗ്ഷനിൽ കിട്ടുന്ന പോലെ അല്ലെ. സിമ്പിൾ ലോജിക്കാണ്. 3 കേസ് പഠിക്കുക. ഒരു ഫംഗ്ഷൻ മാക്സിമം ആണെങ്കിലും മിനിമം ആണെങ്കിലും ഒന്നെങ്കിൽ ഡെറിവേറ്റീവ് വാല്യൂ എന്താണ് 0 ആണ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് എൻ പോയിന്റ് ആണ് അല്ലെ. അപ്പൊ ഡെറിവേറ്റീവ് വാല്യൂ 0 എന്നപ്പോൾ 1/2 അതെടുത്തു അല്ലെ. ഇനി എൻ പോയിന്റ് ആരൊക്കെ 0 ഉം 1 അതെടുത്തു. പക്ഷെ ഇവിടെ ഡെറിവേറ്റീവ് വാല്യൂ നോട്ട് ഡിഫൈൻ ആകുന്നില്ല, അതുകൊണ്ട് അത് എടുത്തില്ല അല്ലെ. ആ പോയിന്റ്, അങ്ങനെ ഒരു പോയിന്റ് അവിടെ ഇല്ല, അതുകൊണ്ട് എടുത്തില്ല. ഓക്കെ, അപ്പൊ അത് ആലോചിക്കുക, അത് ഓർത്ത് വെക്കുക. അപ്പൊ ഫംഗ്ഷൻ അറിഞ്ഞി, ഫംഗ്ഷൻ ആരാ, എന്റെ ഫംഗ്ഷൻ ആരാ 2(x/3 + 2(1 - x/3). ഇതിലേക്ക് 1/2 0 ഉം 1 കൊടുക്കാൻ പോണേ. ആദ്യം 1/2 കൊടുത്തു, അപ്പൊ g of 1/2 അല്ലേ അല്ലെ. x 1/2 കൊടുത്താലേ x/3 എന്താ, x 1/2 അല്ലേ. സോ 1/2/3 1/6 ആവില്ലേ, പ്ലസ് 2(. അവിടെ x 1/2 കൊടുത്താലേ 1 - 1/2 1/2 അല്ലേ, 1/2/3 1/6 അല്ലേ അല്ലെ. 2(1/6 + 2(1/6) എന്താ 2 × 2(1/6) അല്ലെ. അവിടെ a(m) + n അല്ലേ. അപ്പൊ 2(1 + 1/6) ആവും. ഇതാരാ 2(7/6). ഇതാണ് g of 1/2 അല്ലെ. ഇനി g of 0 ആരാ, x 0 കൊടുക്കുക അല്ലെ. x 0 കൊടുത്താൽ 2(0 + 2(1/3) ആവും അല്ലെ. അവിടെ x 0 കൊടുത്താലേ ഇത് 2(0) ആവും, ഇത് 2(1/3) അല്ലേ അല്ലെ. 2(0) 1 അല്ലേ, സോ 1 + 2(1/3) ആവും, 1 + 2(1/3) ആവും അല്ലെ. ഇനി g of 1 ആരാ, x 1 കൊടുത്താല് 2(1/3 + 2(x 1 എടുത്ത് 2(0/3) അല്ലേ. x 1 2(0) അല്ലേ, 2(0). ഇത് 1 + 2(1/3) അല്ലേ. സോ അപ്പൊ എന്ത് കിട്ടി, ഈ രണ്ടാളാണ് മാക്സിമം അല്ലെ. അപ്പൊ ഈ രണ്ടാളുടെ മാക്സിമം വാല്യൂ 1 + 2(1/3) മാക്സിമം, ഇത് മിനിമം അല്ലേ അല്ലെ. അപ്പൊ രണ്ടാൾ മാക്സിമം ഉണ്ട്, ഒരാൾ മിനിമം ഉണ്ട് അല്ലെ. സോ മിനിമം വാല്യൂ എന്താ, 2(7/6) ആ. മിനിമം വാല്യൂ എന്താ 2(7/6) ആ അല്ലെ. മാക്സിമം വാല്യൂ എന്താ 1 + 2(1/3), അത് രണ്ട് ശരിയല്ലേ അല്ലെ. ഇനി എത്ര മാക്സിമം ഉണ്ട്, 2 to 1 + 2(1/3) ഉണ്ട്. അപ്പൊ 2 മാക്സിമം, ഒരു മിനിമം ഉള്ളത് അല്ലെ. ഒരു മിനിമം 2 മാക്സിമം, ഒരു മിനിമം 2 മാക്സിമം അല്ലെ. സോ 2 മാക്സിമം ഉണ്ട്, മാക്സിമം അറ്റ് മോർ ദാൻ 1 പോയിന്റ് അല്ലെ. പക്ഷെ മിനിമം മോർ ദാൻ 1 പോയിന്റ് ഉണ്ടോ, ഇല്ല, ഒരു മിനിമേ ഉള്ളൂ അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം എ ആൻസർ ആണ്, ബി ആൻസർ ആണ്, സി ആൻസർ ആണ് അല്ലെ. അവിടെ എത്ര പോയിന്റ് മാക്സിമം ഉണ്ട്, ഒന്നിലധികം പോയിന്റ് മാക്സിമം ഉണ്ട്, പക്ഷെ ഒരു മിനിമം മാത്രമേ ഉള്ളൂ അല്ലെ. 2 പോയിന്റ് മാക്സിമം ഉണ്ട്, ഈ രണ്ടാണ് മാക്സിമം, 2 മാക്സിമം, ഒരു മിനിമല്ലേ ഉള്ളൂ. യെസ് അല്ലെ. അപ്പൊ ഇതാണ് ചെയ്യേണ്ട മെത്തേഡ്. ഇതല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എയും ജിയും ഇനിക്വാലിറ്റി വെച്ച് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടില്ല. എയും ജിയും ഇനിക്വാലിറ്റി വെച്ചും ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഐഡിയ. ഓക്കെ, ആ ഐഡിയ എന്ത് ചെയ്യുക, നമ്മൾ എപ്പോഴും യൂസ് ചെയ്ത് ശീലിക്കുക. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി ചെയ്തേക്കാണ്. നെക്സ്റ്റ് വൺ, ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, JEE Advanced 2024 ക്വസ്റ്റൻ ആണ്. ഇവിടെ എന്താ, ഈ ഫംഗ്ഷൻ കാണുമ്പോൾ പേടിക്കും, ഒരു ബുദ്ധിമുട്ടില്ല. ഫംഗ്ഷൻ എന്താ ഇവിടെ, ഫംഗ്ഷൻ ആരവിടെ, sin x / e⁻⁴
pi x x raised 2023 plus 2024 x plus 2025 divided by x square minus x plus 3 plus 2 by e raised to pi x. Again x raised 2023 plus 2024 x plus 2025 അല്ലെ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3. നമ്പർ ഓഫ് സൊല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്താണ് 0 ആവും അല്ലെ. എഫ് ഓഫ് എക്സ് 0 ആവുന്ന എത്ര സൊല്യൂഷൻ ഉണ്ട് ഇതിന്? അതല്ല ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് എന്താണ് 0 ആണ്. ഇതല്ലേ എൻ്റെ എഫ് എക്സ്. ആ എഫ് ഓഫ് എക്സ് എന്താണ് 0 ആണ്. അങ്ങനെ എഫ് ഓഫ് എക്സ് 0 ആവുന്ന എത്ര കേസുകൾ ഇവിടെ പോസിബിൾ ആണ്? ഇതാണ് ക്വസ്റ്റ്യൻ. എത്ര സൊല്യൂഷൻ പോസിബിൾ ആണ്? എങ്ങനെ ചെയ്യാം? ആദ്യം ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ആരെ കോമൺ എടുക്കാം? ഈ കാണുന്ന ആളെ കോമൺ എടുക്കാം. ഇ റേസ് ബൈ എക്സ് കോമൺ എടുക്കാം. ഈ കാണുന്ന ആളെയും കോമൺ എടുക്കാം അല്ലെ. ആ കോമൺ ആയിട്ട് ബാക്കി എന്താ വരിക? 2023 പ്ലസ് 2024 എക്സ് പ്ലസ് 2025 ഡിവൈഡ് ബൈ ഇ റേസ് ടു പൈ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3 ഇൻറ്റു ആരാ സൈൻ എക്സ് പ്ലസ് 2 അല്ലേ. ഇതെന്താണ് 0 ആണ് അല്ലെ. അവിടെ ഇങ്ങനെയുള്ള ഒരു റേഷ്യോ 0 ആണെങ്കിൽ ആ ന്യൂമറേറ്റർ 0 ഉണ്ട് അല്ലെ. അപ്പൊ ആര് 0 ആണ്? ഈ ന്യൂമറേറ്റർ 0 ആണ് അല്ലെ. ഒരു റേഷ്യോന്റെ വാല്യൂ 0 ആണെങ്കിൽ ന്യൂമറേറ്റർ 0 ഉണ്ട്, അത് 0 ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു സൈൻ എക്സ് പ്ലസ് 2 0 ആവില്ല. സൈൻ എക്സ് പ്ലസ് 2 ഒരിക്കലും 0 ആവില്ല. എന്തുകൊണ്ടാ? എടാ ഇത് 0 ആണ് അല്ലെ. ഇത് എ ഇൻറ്റു ബി പ്ലസ് 0 എ ഇൻറ്റു ബി 0 ആണെങ്കിൽ ഒന്നെങ്കിൽ എ 0 ആണ് അല്ലെങ്കിൽ എന്താണ് ബി 0 ആണ് അല്ലെ. അവിടെ ബി ആണ്. അവിടെ സൈൻ എക്സ് പ്ലസ് 2 അല്ലേ. സൈൻ എക്സ് പ്ലസ് 2 ഒരിക്കലും 0 ആവില്ല. കാരണം എന്താ? സൈൻ എക്സ് പ്ലസ് 2 0 ആണെങ്കിൽ സൈൻ എക്സ് മൈനസ് 2 ആവണ്ടേ മക്കളെ. സൈൻ എക്സ് പ്ലസ് 2 0 ആണെങ്കിൽ സൈൻ എക്സ് മൈനസ് 2 ആണ് അല്ലെ. സൈൻ എക്സ് ഒരിക്കലും മൈനസ് 2 ആവില്ലല്ലോ. സൈൻ എക്സിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്താ? സൈൻ എക്സിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്താ? -1 അല്ലേ. സൈൻ എക്സ് ഒരിക്കലും മൈനസ് 2 ആവില്ല. അപ്പൊ സൈൻ എക്സ് പ്ലസ് 0 ആവില്ല. പിന്നെ ആര് 0 മതി? ഈ കാണുന്ന 0 പോരെ അല്ലെ. ആരാ? എക്സ് റേസ് ടു 2023 പ്ലസ് 2024 എക്സ് പ്ലസ് 2025 എന്താ മതി? 0 മതി അല്ലെ. അപ്പോൾ കണ്ടപ്പോൾ വലിയ ഫംഗ്ഷൻ ആയിരുന്നു. ആ വലിയ ഫംഗ്ഷൻ ഞാൻ ചെറുതാക്കി ഇതിലേക്ക് എത്തിച്ചു അല്ലെ. ഇനി ഇതിന്റെ ഏകദേശം ഗ്രാഫ് ഈ ഇതിന്റെ ബിഹേവിയർ നോക്കുകയാണെ, ഈ കാണുന്ന ഫംഗ്ഷന്റെ ബിഹേവിയർ നോക്കുകയാണെ ഞാൻ ജസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു അല്ലെ. അപ്പൊ എന്താ? ജസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താലേ വാട്ട് ഈസ് ഡെറിവേറ്റീവ്? എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു n - 1 അല്ലേ. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? എഫ് ഡാഷ് എക്സ് വിളിച്ചു എന്ന് വിചാരിക്കും. ഇതിന്റെ എന്താ? 2023 എക്സ് റേസ് ടു 2022 അല്ലേ പ്ലസ് ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? 2024 അല്ലേ. ഇതിന്റെ ഡെറിവേറ്റീവ് 0 ആണ് അല്ലെ. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? എന്ത് മനസ്സിലായി? സിമ്പിൾ ലോജിക്കാണ്. ഈ കാണുന്ന നമുക്ക് എക്സിന്റെ പവർ ഈവൻ അല്ലേ അല്ലെ. എക്സിന്റെ പവർ ഈവൻ ആകുമ്പോഴേ ഈ ആൾ എന്തായാലും പോസിറ്റീവ് അല്ലേ അല്ലെ. ഇപ്പൊ 2024 എന്തായാലും പോസിറ്റീവ് അല്ലേ. അപ്പൊ ഡെറിവേറ്റീവ് എന്തായി? പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ് അല്ലേ അല്ലെ. അപ്പൊ ഡെറിവേറ്റീവ് എന്തായി? പോസിറ്റീവ് ആയി അല്ലെ. ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് അല്ലേ വരിക അല്ലെ. ഡെറിവേറ്റീവ് പോസിറ്റീവാ. ആ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് അല്ലെ. ആ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരാം -∞ കൊടുത്താലേ എടാ -∞ കൊടുത്ത് ഈ വാല്യൂ നെഗറ്റീവ് വരിക അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുക. ഫംഗ്ഷൻ എന്താ? ഇൻക്രീസിംഗ് അല്ലേ അല്ലെ. ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണെങ്കിൽ ജസ്റ്റ് വെറുതെ ഗ്രാഫ് ഇങ്ങനെ വരിക അല്ലെ. ഒരിക്കലും ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ് ഗ്രാഫ് ഇങ്ങനെ പോയി ഇങ്ങനെ വരുമോ? ഇല്ല അല്ലെ. ഫംഗ്ഷൻ ഇൻക്രീസിംഗ് അപ്പൊ ഇങ്ങനെയോ ഇങ്ങനെയൊക്കെ വരാം അല്ലെ. അപ്പൊ എന്താ ഞാൻ ജസ്റ്റ് ഒരു റഫ് ഗ്രാഫ് വരച്ചു. എടാ നമുക്ക് എല്ലാവർക്കും എഫ് ഫംഗ്ഷന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാലേ ആ ഫംഗ്ഷൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റുകളുടെ എണ്ണം ചോദിച്ച് അല്ലെ. എടാ ചോദിച്ചതേ ഇത് 0 ആവുന്ന പോയിന്റുകളുടെ എണ്ണമാണ് അല്ലെ. ഇത് 0 എന്ന് പറഞ്ഞാലേ ഒരു ഫംഗ്ഷന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റുകളുടെ എണ്ണം അല്ലേ. ഈ ഫംഗ്ഷൻ എക്സ് ആക്സിൽ എത്ര പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്? ഒരു പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഫംഗ്ഷൻ എത്ര പ്രാവശ്യം 0 വന്നിട്ട്? ഒരു പ്രാവശ്യം 0 എന്നുള്ളൂ അല്ലെ. അപ്പൊ ആൻസർ എന്താ? 1 ആണ്. എന്താ പറഞ്ഞേ? എടാ നമ്മൾ വേണ്ടതേ ഈ ഫംഗ്ഷന്റെ വാല്യൂ 0 ആവുന്ന പോയിന്റുകൾ എണ്ണമാണ് അല്ലെ. ഒരു ഫംഗ്ഷൻ 0 എന്ന് പറഞ്ഞാലേ ആ ഫംഗ്ഷൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യാണ് അല്ലെ. അപ്പോൾ ഒരു ഫംഗ്ഷൻ 0 എന്ന പോയിന്റ് എണ്ണം ചോദിച്ചാലേ ആ ഫംഗ്ഷൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എണ്ണാണ്. സപ്പോസ് ഗ്രാഫ് ഇങ്ങനെ വിചാരിക്കും അല്ലെ. ഗ്രാഫ് ഇങ്ങനെ ആകുമ്പോഴേ 1 2 3 4 5 പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 5 സൊല്യൂഷൻ ഉണ്ടാവും അല്ലെ. ഇനി ഇങ്ങനെയാണെങ്കിലോ 2 പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 സൊല്യൂഷനാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയാണെങ്കിലോ 2 പോയിന്റ് കട്ട് ചെയ്യുന്ന 2 സൊല്യൂഷൻ അല്ലെ. അപ്പൊ ഫംഗ്ഷന്റെ വാല്യൂ 0 എന്ന പോയിന്റ്സ് എന്ന് വെച്ചാൽ
അത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റുകളാ അല്ലെ. ഇപ്പൊ ഡെറിവേറ്റീവ് വാല്യൂ പോസിറ്റീവാ, ഡെറിവേറ്റീവ് വാല്യൂ പോസിറ്റീവ് ഫംഗ്ഷൻ ഇങ്ങനെ ഇൻക്രീസിംഗ് ആ അല്ലെ. അങ്ങനെ ഇൻക്രീസ് ചെയ്ത ഫംഗ്ഷൻ പോയാലേ ഒരു പോയിന്റിൽ കട്ട് ചെയ്യുള്ളൂ, അപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാവുക. ഇതാണ് ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ, ഈ കാണുന്ന വാല്യൂ എന്താണ്, 0 ആണ് അല്ലെ. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഈ കാണുന്ന ആളെ കോമൺ ആയി എടുത്തു, ഇയാളെ കോമൺ എടുത്തു, ഇയാളും കോമൺ എടുത്തു അല്ലെ. ബാക്കി സൈൻ എക്സ്പ്രസീവ് ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു റേഷ്യോന്റെ വാല്യൂ 0 ആണെങ്കിൽ ന്യൂമറായിട്ട് 0 ആണ് അല്ലെ. അപ്പൊ ഈ കാണുന്ന ആള് 0 ആണ്. അപ്പൊ a ഇൻറ്റു ബി 0 ആണ് അല്ലെ. അവിടെ a ഇൻറ്റു ബി 0 ആണെങ്കിൽ ഒന്നെങ്കിൽ a 0 ആണ് അല്ലെ b 0 ആണ് അല്ലെ. അപ്പൊ ഒന്നെങ്കിൽ ഇയാള് 0 ആണ് അല്ലെങ്കിൽ ഇയാള് 0 ആണ്. നമുക്കറിയാം സൈൻ എക്സ് പ്ലസ് 2 ഒരിക്കലും 0 ആവില്ല. കാരണം എന്താ, സൈൻ എക്സ് പ്ലസ് 2 0 ആണെങ്കിൽ സൈൻ എക്സ് -2 ആണ്. സൈൻ എക്സ് -2 ആവില്ല, സൈൻ എക്സ് മിനിമം വാല്യൂ -1 അല്ലെ. അപ്പൊ എന്താ, ഇയാള് 0 ആണ് അല്ലെ. ഇയാള് 0 എന്ന് പറഞ്ഞാലേ അതിന്റെ എണ്ണം കാണുക എന്ത് ചെയ്യുക, ഇയാളുടെ ഏകദേശം ഗ്രാഫ് വരയ്ക്കുക അല്ലെ. അത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന എത്ര പോയിന്റ് ഉണ്ടോ അത്രയും സൊല്യൂഷൻ ഉണ്ടാവും അല്ലെ. ഡെറിവേറ്റീവ് കണ്ട മനസ്സിലായി, ഈ കാണുന്ന ആൾ എക്സിന്റെ പവർ ഈവനാ, ഇയാള് പോസിറ്റീവാ, അപ്പൊ രണ്ടാളും പോസിറ്റീവാ. അപ്പൊ ഡെറിവേറ്റീവ് വാല്യൂ പോസിറ്റീവ് ആണ്. ഡെറിവേറ്റീവ് വാല്യൂ പോസിറ്റീവ് ആയത് ഇൻക്രീസിംഗ് അല്ല വരിക, ഇൻക്രീസിംഗ് ആകുമ്പോൾ ഒരു പോയിന്റിൽ കട്ട് ചെയ്യുക, സോ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ ആൻസർ. അത് ക്ലിയർ ആയി വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ജെയ് 2023 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ, let S be the set of twice differentiable function from R to R defined by d square f by dx square എന്താ greater than 0. ഇവിടെ എനിക്ക് പറയാൻ പറ്റുന്നത് എന്താ, ഇവിടുന്ന് പറയാൻ പറ്റുന്ന കാര്യം പറയാണ്, d square f by dx square എന്താണ് greater than 0 അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്, ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആയിരിക്കും. എന്താണ്, ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആകുമ്പോഴല്ല, ഒരു ഫംഗ്ഷൻ ഡെറിവേറ്റീവ് വാല്യൂ പോസിറ്റീവ് ആകുമ്പോഴേ ആ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആയിരിക്കും. എന്താണ്, ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വാല്യൂ പോസിറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ എന്താ ഇൻക്രീസിംഗ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇയാൾ ഞാൻ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി എഫ് ബൈ ഡി എക്സ് കൂടെ അല്ലെ. എടാ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി എഫ് ബൈ ഡി എക്സ് അല്ലേ, ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ, അത് പോസിറ്റീവ് ആണ് അല്ലെ. ഇനി ഡി എഫ് ബൈ ഡി എക്സ് എന്താ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാലേ ആ ഫംഗ്ഷന്റെ ആ കർവിന്റെ ടാൻജന്റ് സ്ലോപ്പാ. അപ്പൊ എഫ് ഡാഷ് എന്താ, സ്ലോപ്പ് ഓഫ് ടാൻജന്റാ. അറിയാത്തവർ എഴുതി വെച്ച് പഠിച്ചു, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. എഫ് ഡാഷ് എക്സ് എന്താ, സ്ലോപ്പ് ഓഫ് ടാൻജന്റാ അല്ലെ. അവിടെ എഫ് ഡാഷ് എക്സ് എന്താ, സ്ലോപ്പ് ഓഫ് ടാൻജന്റാ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ ഇത് എഫ് ഡാഷ് എക്സ് അല്ലേ അല്ലെ. ഡി എഫ് ബൈ ഡി എക്സ് എന്താ, എഫ് ഡാഷ് എക്സ് ആ. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ഇതാരാ, സ്ലോപ്പ് ഓഫ് ടാൻജന്റാ. എന്താ പറഞ്ഞേ, എടാ നമുക്ക് എല്ലാവർക്കും ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് അല്ലെ. ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാലേ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി എഫ് ബൈ ഡി എക്സ് ആ അല്ലെ. ഇനി ഡി എഫ് ബൈ ഡി എക്സ് എന്താ, അത് എഫ് ഡാഷ് എക്സ് ആ. നമുക്ക് എല്ലാവർക്കും എഫ് ഡാഷ് എക്സ് സ്ലോപ്പ് ഓഫ് ടാൻജന്റാ. അപ്പൊ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്താണ്, പോസിറ്റീവ് ആണ് അല്ലെ. ഒരു ഫംഗ്ഷൻ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണല്ലേ, ആ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആ അല്ലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഡി വൈ ബൈ ഡി എക്സ് പോസിറ്റീവ് ആണെങ്കിൽ വൈ എന്താ, ഇൻക്രീസിംഗ് ഫംഗ്ഷനാ അല്ലെ. ഡി വൈ ബൈ ഡി എക്സ് പോസിറ്റീവ് ആണെങ്കിൽ വൈ എന്താ, ഇൻക്രീസിംഗ് ആ. വൈ എന്താ, ഇൻക്രീസിംഗ് ആ. നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അല്ലെ. അങ്ങനെയെങ്കിൽ ഇതാണ് വൈ, ഇവിടെ ഇതാണ് വൈ അല്ലെ. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് പോസിറ്റീവ് ആണെങ്കിൽ വൈ ഇൻക്രീസിംഗ് അല്ലേ അല്ലെ. ഇവിടെ വൈന്റെ സ്ഥാനം സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അല്ലേ. അപ്പൊ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് നാം ഇൻക്രീസ് ചെയ്യണം. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഇൻക്രീസ് ചെയ്യണം അല്ലെ. അപ്പൊ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ആ ഗ്രാഫ് എങ്ങനെ വരിക, ഗ്രാഫ് ഇങ്ങനെ വരിക, ഇങ്ങനെയാവും. കാരണം എന്താ, എടാ ആദ്യം സ്ലോപ്പ് ഇങ്ങനെ ആയിരുന്നു ഇവിടെ അല്ലെ, പിന്നെ സ്ലോപ്പ് ഇങ്ങനെയായി, പിന്നെ സ്ലോപ്പ് ഇങ്ങനെയായി, പിന്നെ സ്ലോപ്പ് ഇങ്ങനെയായി. സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യല്ലേ അല്ലെ. ആദ്യം അവിടെ സ്ലോപ്പ് ഇങ്ങനെ ആയിരുന്നു, പിന്നെ സ്ലോപ്പ് കൂടി വരില്ലേ അല്ലെ. അവിടെ കാരണം സ്ലോപ്പോടെ ഇൻക്രീസ് ചെയ്യണം. സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സ്ലോപ്പ് കൂടി വരണം അല്ലെ. അപ്പൊ ആദ്യം നോക്കി, ഈ പോയിന്റ് ഞാൻ സ്ലോപ്പ് വരച്ച ടാൻജന്റ് വെച്ചാലേ സ്ലോപ്പ് ഇങ്ങനെയാ അല്ലെ, പിന്നെ ടാൻജന്റ് സ്ലോപ്പ് ഇങ്ങനെയാ, പിന്നെ ഇങ്ങനെ അല്ലെ. ആ സ്ലോപ്പ് കൂടി വരില്ലേ. ആദ്യം ഇത്ര സ്ലോപ്പ് ഉള്ളൂ അല്ലെ, പിന്നെ സ്ലോപ്പ് കൂടി വന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയല്ലേ ഗ്രാഫ് വരിക. അപ്പോ ഈ ഇൻഫർമേഷൻ ഇതിനെ വിളിക്കുന്ന പേരാണ് കോൺകേവ് ഡൗൺ, കോൺകേവ് അപ്പ് ഗ്രാഫ്.
പലരും ഇത് ബൈഹാർട്ട് ഉണ്ടാവും. ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കോൺകേവ് അപ്പ് ആണ്. ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ ലെസ് ദാൻ 0 കോൺകേവ് ഡൗൺ ആണ്. അല്ലെ, ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. ഒന്നെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലെ ആലോചിച്ചാൽ മതി. ഞാൻ അവിടെ ചെയ്ത ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, സമ്മറൈസ് ചെയ്യാം. എങ്ങനെയാ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞത് ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ എന്താണ്, പോസിറ്റീവ് ആണ്. ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഡി ബൈ ഡി എക്സ് ഓഫ് ഡി എഫ് ബൈ ഡി എക്സ് ആണെന്ന് ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ അല്ലെ, അത് പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് ഡി എഫ് ബൈ ഡി എക്സ് എന്താണ്, പോസിറ്റീവ് ആണ്. ഈ ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അല്ലേ. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആരാ, പോസിറ്റീവ് ആണ് അല്ലെ. ഒരു ഫംഗ്ഷൻ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആവണ്ടേ അല്ലെ. അപ്പൊ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്താണ്, ഇൻക്രീസിംഗ് ആണ്. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്താണ്, ഇൻക്രീസിംഗ് ആണ് അല്ലെ. അപ്പൊ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കൂടി വരണം അല്ലെ. അപ്പൊ ടാൻജന്റ് ആദ്യം ഇങ്ങനെ ആവും, പിന്നെ ടാൻജന്റ് കൂടി വരണ്ടേ അല്ലെ. അങ്ങനെ ഗ്രാഫ് ഇങ്ങനെ വരിക, ആ ഗ്രാഫിനെ വിളിക്കുന്നത് പറഞ്ഞാൽ കോൺകേവ് അപ്പ് അല്ലെ. അപ്പൊ ഡി സ്ക്വയർ ബൈ ഡി സ്ക്വയർ പോസിറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് എന്താണ്, ഇങ്ങനെ ആവണം. ഓക്കെ, അത് ക്ലിയർ ആക്കി മനസ്സിലാക്കുക. അത് ക്ലിയർ ആയി വിചാരിക്കണേ, അതുവരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കാണ്. നെക്സ്റ്റ് വൺ, അപ്പൊ ഗ്രാഫ് കിട്ടിയില്ലേ, എന്റെ ഫംഗ്ഷൻ എഫ് എന്ന ഫംഗ്ഷൻ ഗ്രാഫ് കിട്ടി. ഇനി എന്താ, ഫോർ എക്സ് ബിലോങ്സ് -1 to 1, ഫോർ എഫ് ബിലോങ്സ് യെസ് എന്താ അവിടെ, എക്സ് എഫ് ഈസ് ദ നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻ -1 to 1 ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് ഈസ് ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ആർ ട്രൂ. എന്താണ് ക്വസ്റ്റ്യൻ നോക്കണേ. എക്സിന്റെ വാല്യൂ എന്താണ്, -1 നും 1 നും ഇടയിലാണ് അല്ലെ. അതായത് ഡൊമൈൻ എന്താണ്, -1 നും 1 നും ഇടയിലാണ് അല്ലെ. ഫംഗ്ഷൻ എന്താണ്, എസ് ദ ഫംഗ്ഷൻ. അപ്പൊ ഈ ഫംഗ്ഷൻ ആണ് എന്റെ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ഫംഗ്ഷൻ, അത് ഇങ്ങനെ ഗ്രാഫുള്ള ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ആണ് എന്റെ ഗ്രാഫ് ഫംഗ്ഷൻ അല്ലെ. പിന്നെ എന്താ, എക്സ് എഫ് ഈസ് ദ നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻ -1, 1 അല്ലെ. -1 നും 1 നും ഇടയിൽ, -1 നും 1 നും ഇടയിലുള്ള, -1 നും 1 നും ഇടയിലുള്ള പോയിന്റ്സ് ആണെന്ത്, പോയിന്റ്സുകളെ എണ്ണമാണെന്ത്, എക്സ് എഫ് അല്ലെ. അവിടെ എക്സ് എഫ് എന്താ, എക്സ് എഫ് ഈസ് ദ നമ്പർ ഓഫ് പോയിന്റ്സ്, പോയിന്റുകളുടെ എണ്ണമാണ് എക്സ് എഫ് എക്സ് അല്ലെ. എന്തിന്റെ ഇടയിൽ, -1 നും 1 നും ഇടയിൽ അല്ലെ. എന്താണ്, എഫ് ഓഫ് എക്സും എക്സും ഈക്വൽ ആണ് അല്ലെ. അവിടെ എഫ് ഓഫ് എക്സും എക്സും ഈക്വൽ ആവുന്ന പോയിന്റുകളുടെ എണ്ണമാണെന്ത്, നമ്മളെ എക്സ് എഫ് അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കാം. എക്സ് എഫ് എന്താ, നമ്പർ ഓഫ് പോയിന്റ്സ് ആണ്. എന്തിന്റെ പോയിന്റാ, -1 നും 1 നും ഇടയിലാണ്. അവിടെ എന്താണ്, എഫ് ഓഫ് എക്സും എക്സും ഈക്വൽ ആണ്. എഫ് ഓഫ് എക്സും എക്സും ഈക്വൽ ആണ്. മനസ്സിലാക്കുക. എക്സ് എഫ് എന്ന് പറഞ്ഞ എന്താ, അവിടെ എക്സ് എഫ് എന്ന് പറഞ്ഞാല് -1 നും 1 നും ഇടയിലെ പോയിന്റാ അല്ലെ. -1 നും ഇടയിലെ പോയിന്റാ അല്ലെ. ആ പോയിന്റുകളുടെ എണ്ണമാണ് എക്സ് എഫ് അല്ലെ. അവിടെ -1 നും 1 നും ഇടയിലെ പോയിന്റുകളുടെ എണ്ണമാണ് എക്സ് എഫ് അല്ലെ. ആ പോയിന്റുകൾ പ്രത്യേകം എന്താ, എഫ് ഓഫ് എക്സും എക്സും സെയിം ആണ് അല്ലെ. എഫ് ഓഫ് എക്സും എക്സും സെയിം ആണ്. നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, എഫ് ഓഫ് എക്സും എക്സും സെയിം ആവുന്ന പോയിന്റുകളെ നമ്മൾ എങ്ങനെ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മനസ്സിലാക്കിയ എഫ് ഓഫ് എക്സിന് ഗ്രാഫ് വരയ്ക്കുക അല്ലെ, എക്സിന് ഗ്രാഫ് വരയ്ക്കുക. രണ്ടും എത്ര പോയിന്റിൽ കൂട്ടിമുടുന്നോ അത്രയും സൊല്യൂഷൻ ഉണ്ടാവില്ലേ, അത്രയും പോയിന്റ് ഉണ്ടാവില്ലേ. ഒരു എക്സാമ്പിൾ പറഞ്ഞാലേ, സൈൻ എക്സ് ഈക്വൽ ടു അല്ലെ ഇ റൈസ് എക്സ് ഈക്വൽ ടു ഒരു 7.2. ഫൈൻ നമ്പർ ഓഫ് സൊല്യൂഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇ റൈസ് എക്സ് ഈക്വൽ 7.2 ഫൈൻ നമ്പർ ഓഫ് സൊല്യൂഷൻ ഗ്രാഫിക്കലി ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇവിടെ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡ് ഗ്രാഫ് വരയ്ക്കുക. ലെഫ്റ്റ് സൈഡ് ഇ റൈസ് എക്സ് അല്ലേ, ഇ റൈസ് എക്സിന് ഗ്രാഫ് വരയ്ക്കുക അല്ലെ. പിന്നെ 7.2 അല്ലേ അല്ലെ. അവിടെ y ഈക്വൽ 7/2 അല്ലേ, അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ലേ വരിക, ഇങ്ങനെ വരും അല്ലെ. രണ്ടും എത്ര പോയിന്റ് കാട്ടുന്നുണ്ട്, ഒരു പോയിന്റിലല്ലേ. അപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ജസ്റ്റ് ആ ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞാണ്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ജി എഫ് എക്സ് എന്ന് പറഞ്ഞാലേ അതിന് നമ്പർ ഓഫ് സൊല്യൂഷൻ എങ്ങനെയാണ്, എഫ് ഓഫ് എക്സിന് ഗ്രാഫ് വരയ്ക്കുക, ജി എഫ് എക്സിന് ഗ്രാഫ് വരയ്ക്കുക. ആ രണ്ടും എത്ര പോയിന്റിൽ കട്ട് ചെയ്യുന്നോ അത്രയും സൊല്യൂഷൻ ഉണ്ടാവും അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ജി എഫ് എക്സ് വന്നാലേ നമ്പർ ഓഫ് സൊല്യൂഷൻസ് എങ്ങനെയാണ്, എഫ് ഓഫ് എക്സിന് ഗ്രാഫ് വരയ്ക്കുക, ജി എഫ് എക്സിന് ഗ്രാഫ് വരയ്ക്കുക അല്ലെ. അത് എത്ര പോയിന്റിൽ കട്ട് ചെയ്യുന്നോ അത്രയും സൊല്യൂഷൻ ഉണ്ടാവും അല്ലെ. അങ്ങനെയെങ്കിലേ ഇവിടെ എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് അല്ലേ അല്ലെ. ഇത് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ ആദ്യം എഫ് ഓഫ് എക്സിന് ഗ്രാഫ് വരയ്ക്കുക അല്ലെ, പിന്നെ എക്സിന് ഗ്രാഫ് വരയ്ക്കുക. രണ്ടും എത്ര പോയിന്റിൽ കട്ട് ചെയ്യുന്നു അത്രയും സൊല്യൂഷൻ ഉണ്ടാവില്ലേ അല്ലെ. ഞാൻ ആദ്യം എക്സിന് ഗ്രാഫ് വരയ്ക്കുക, ഇതിൽ എക്സ് വരാം, ഇതിൽ എക്സ് വൈക്കുള്ള എക്സിന് ഗ്രാഫ് ഇതല്ലേ അല്ലെ. അപ്പൊ ഈ എക്സിന്റെ ഗ്രാഫ് വരച്ചു അല്ലെ. പിന്നെ ആര് ഗ്രാഫ് വരയ്ക്കുക, എഫ് ഓഫ് എക്സിന് ഗ്രാഫ് വരയ്ക്കാം അല്ലെ. നമുക്ക് എല്ലാവർക്കും എഫ് ഓഫ് എക്സിന് ഗ്രാഫ് ഇങ്ങനെയല്ലേ, കോൺകേവ് അപ്പല്ലേ. ഞാൻ ഇവിടെ നേരത്തെ വരച്ചല്ലേ, ഇതല്ലേ എഫ് എക്സ് ഗ്രാഫ് അല്ലെ, ഇതല്ലേ എഫ് എക്സ് ഗ്രാഫ്, യെസ് അല്ലെ. അങ്ങനെയെങ്കിലേ ഞാൻ എടാ ഈ ഗ്രാഫേ ഇവിടെ ആണെന്നില്ല കേട്ടോ, പക്ഷെ അതെവിടെയാവാം, ഇവിടെ നോക്കേ, ഈ ഗ്രാഫേ ഇവിടെ എവിടെയാവട്ടോ, ഇതിലെവിടെയാവാം അല്ലെ. ജസ്റ്റ് ഷേപ്പ് എനിക്കറിയുള്ളൂ അല്ലെ. എടാ ഷേപ്പ് ഇങ്ങനെയാണെന്നേ അറിയുള്ളൂ, അത് ഇവിടെ ആവാം, ഇവിടെ ആവാം, ഇവിടെയൊക്കെ ആവാം അല്ലെ. അങ്ങനെയെങ്കിൽ എത്രയൊക്കെ സൊല്യൂഷൻ പോസിബിൾ ആണ്, ഞാൻ ഒന്ന് വരാം.
അടാ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ആവണം അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ആവണമെങ്കിൽ നമ്പർ ഓഫ് സൊല്യൂഷൻ കാണാൻ എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സിന് ഗ്രാഫ് വരക്കുക, എക്സിനെ ഗ്രാഫ് വരക്കുക, എത്ര പോയിന്റ് കട്ട് ചെയ്യുന്നു അത്രയും സൊല്യൂഷൻ ഉണ്ടാവും അല്ലെ. അങ്ങനെയെങ്കിൽ എങ്ങനെ ഒന്ന് ഈ ഗ്രാഫ് ഇങ്ങനെ ആവാം, എക്സ് ഇങ്ങനെ എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാ അല്ലെ, എഫ് ഓഫ് എക്സ് എങ്ങനെ മാറും, ഒന്ന് ഈ ഗ്രാഫ് ഇങ്ങനെ ആവാം അല്ലെ. ഇങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്യുന്നില്ലല്ലോ, കട്ട് ചെയ്യുന്നില്ലെങ്കിൽ സീറോ സൊല്യൂഷൻസ് അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് പോവാം അല്ലെ. ടച്ച് ചെയ്ത് പോയാലേ ഒരു പോയിന്റിലെ ടച്ച് ചെയ്യാ, ഒരു പോയിന്റ് ടച്ച് ചെയ്താലേ ഒരു സൊല്യൂഷൻ അല്ലേ. അല്ലെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ കട്ട് ചെയ്ത് പോവാം അല്ലെ. അപ്പൊ 2 പോയിന്റിലെ കട്ട് ചെയ്യാ, 2 പോയിന്റ് കട്ട് ചെയ്താലേ 2 സൊല്യൂഷൻ ഉണ്ടാവുക, 3 സൊല്യൂഷൻ ഉണ്ടാവും, ഒരിക്കലും ഉണ്ടാവില്ല അല്ലെ. 3 സൊല്യൂഷൻ ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരണ്ടേ, ഗ്രാഫ് ഒരിക്കലും അങ്ങനെ വരില്ല, ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയാ അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞാലേ ഒന്നെങ്കിൽ ഗ്രാഫ് എങ്ങനെ ആവാം, ഇങ്ങനെ ആവാം. ഇങ്ങനെയാണെങ്കിൽ ആ എഫ് ഓഫ് എക്സും ആ എൻ്റെ ഫംഗ്ഷനും എക്സും തമ്മിലൊരു ബന്ധമില്ല, കട്ട് ചെയ്യുന്നില്ല, അപ്പൊ സീറോ സൊല്യൂഷനാണ്. ഇനി ജസ്റ്റ് ടച്ച് ചെയ്യാം അല്ലെ, ടച്ച് ചെയ്താൽ ഒരു സൊല്യൂഷൻ, ഇങ്ങനെ കട്ട് ചെയ്യാം അപ്പൊ 2 സൊല്യൂഷൻ അല്ലെ. അപ്പൊ സീറോ സൊല്യൂഷൻ ആവാം, ഒരു സൊല്യൂഷൻ ആവാം, 2 സൊല്യൂഷൻ ആവാം അല്ലെ. ഇതല്ലേ കേസ് വരാ. ആൻസർ എന്താ, ആൻസർ എന്താ അവിടെ എക്സ് എഫ് സൊല്യൂഷൻസിന്റെ എണ്ണം എന്താ 0 ആവാം അല്ലെ. അപ്പൊ അത് കറക്റ്റ് അല്ലേ, കറക്റ്റാ, ഓപ്ഷൻ എ ശരിയാണ് അല്ലെ. ഇനി എക്സ് എഫിന്റെ വാല്യൂ ഞാൻ പറഞ്ഞു 0യും 1ഉം 2 അല്ലേ അല്ലെ. 0 ആവും 1 ആവും 2 അല്ലേ. സോ അതിനർത്ഥം എക്സിന്റെ വാല്യൂ 2വിനേക്കാൾ ചെറുതല്ലേ അല്ലെ. അവിടെ എക്സ് എഫ് നമ്പർ ഓഫ് സൊല്യൂഷൻസാ, ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് സൊല്യൂഷൻസ് എത്രയാ, 0 ആവാം, 1 ആവാം, 2 ആവാം. അതിന്റെ അർത്ഥം എക്സ് എഫിന്റെ വാല്യൂ എന്തൊക്കെയാവാം, 0 ആവാം, എക്സ് എഫിന്റെ വാല്യൂ എന്താവാം, 1 ആവാം, എക്സ് എഫിന്റെ വാല്യൂ എന്താവാം, 2 ആവാം. ഇതിനർത്ഥം അല്ലെ അവിടെ എക്സ് എഫ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആ. അപ്പൊ എക്സ് എഫ് 0 ആവും, 1 ആവും, 2 ആവാം അല്ലെ. സോ ലെസ് ദാൻ 2 അല്ലെ വരിക, 2വിനേക്കാൾ ചെറുത് 3 വരില്ലല്ലോ, 3 വരില്ല. അപ്പൊ ലെസ് ദാൻ 2 വരിക, ഓപ്ഷൻ ബി ശരിയാണ് അല്ലെ. ഇനിയോ there exists a function such as xf2 ആവാലോ, അതും ആവാം അല്ലെ. എന്നാൽ there does not exist a function xf1 ആവില്ല എന്ന് പറഞ്ഞു, xf1 ആവും. അപ്പൊ ഓപ്ഷൻ ഡി തെറ്റാണ്. അപ്പൊ എ ആവും, ബി ആവും, സി ആവും. ആൻസർ ഈസ് എ, ബി, സി. ഞാൻ ഒന്നുകൂടി പറയാം, ഇത് വളരെ ഈസി ക്വസ്റ്റൻ ആണ്. ഈസി മീൻസ് കൺസെപ്ഷൻ ആണ്, അത്ര ഈസി എന്നല്ല, കൺസെപ്ഷൻ ആണ്. ഇവിടെ നമുക്ക് എന്താ കാരണം, ആദ്യം പറഞ്ഞാലും d²f/dx² എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പൊ d²f/dx² പോസിറ്റീവ് ആണെങ്കിൽ d/dx ഓഫ് df/dx അല്ലെ പോസിറ്റീവ്, അത് d/dx ഓഫ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്താണ്, പോസിറ്റീവ് ആണ്. ഒരു ഫംഗ്ഷൻ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആവണ്ടേ, അപ്പൊ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഇൻക്രീസിംഗ് ആവും അല്ലെ. അപ്പൊ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കൂടി വരണമെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ ആവണം, ഗ്രാഫ് ഇങ്ങനെ ആവും. അപ്പൊ എനിക്ക് എഫിന്റെ ഫംഗ്ഷൻ ഗ്രാഫ് കിട്ടി അല്ലെ. എഫിന്റെ ഫംഗ്ഷൻ ഗ്രാഫ് എങ്ങനെയാ, ഇതാണ് അല്ലെ. അപ്പൊ അത് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, എക്സ് എഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വാല്യൂസ്, നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻ ദ ഇന്റർവൽ -1 to 1 ആണ്. -1നും 1നും ഇടയിലുള്ളത്, -1നും ഇടയിലുള്ള പോയിന്റുകൾ എണ്ണമാണെന്ന് എക്സ് എഫ് അല്ലെ. എക്സ് എഫ് എന്താ, -1നും 1നും ഇടയിലുള്ള പോയിന്റുകൾ എണ്ണ അല്ലെ. ആ പോയിന്റുകൾ എന്താ, എഫ് ഓഫ് എക്സും സെയിം ആണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സിന്റെ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണെങ്കിൽ ആദ്യം LHSന്റെ ഗ്രാഫ് വരയ്ക്കുക, RHSന്റെ ഗ്രാഫ് വരയ്ക്കുക അല്ലെ. ആ രണ്ടും എത്ര പോയിന്റ് കട്ട് ചെയ്യുന്നോ അത്രയും സൊല്യൂഷൻ ഉണ്ടാവും അല്ലെ. എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയാ, എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാ അല്ലെ. അപ്പൊ അത് എത്ര പോയിന്റ് കട്ട് ചെയ്യാം, ഒന്നും ഗ്രാഫ് ഇങ്ങനെ ആവാം അല്ലെ. ഇങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്യുന്നില്ല അല്ലെ, അപ്പൊ 0 സൊല്യൂഷൻ ആവും. അപ്പൊ എക്സ് എഫ് എന്താവാം, 0 ആവാം അല്ലെ. ഇങ്ങനെ ഒരു പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ട്, അപ്പൊ ഒരു സൊല്യൂഷനാ, അപ്പൊ എക്സ് എഫ് 1 ആവാം. ഇങ്ങനെ 2 പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ട്, അപ്പൊ 2 സൊല്യൂഷനാ, അപ്പൊ എക്സ് എഫ് 2 ആവാം അല്ലെ. അപ്പൊ 3 ആവില്ലല്ലോ, 3 ആവണമെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരണം, ഗ്രാഫ് അങ്ങനെയല്ല, ഗ്രാഫ് ഇങ്ങനെയാ അല്ലെ. അപ്പൊ എക്സ് എഫ് 0 ആവാം, 1 ആവാം, 2 ആവാം. സോ മാക്സ് വരെ 2 അല്ലേ അല്ലെ. ഇവിടെ നോക്കി, ഇവിടെ എന്താ, എക്സ് എഫ് 0 ആവോ, ആവും, ശരിയാണ്. എക്സ് എഫ് ലെസ് ദാൻ 2 അല്ലേ, ആണ്. 0, 1, 2 ലെസ് ദാൻ 2 അല്ലേ, അത് ശരിയാണ്. എക്സ് എഫ് 2 ആവൂലേ, അതും 2 ആവും അല്ലെ. എന്നാലേ ഇവിടെ എക്സ് എഫ് 1 ആവില്ല എന്ന് പറഞ്ഞത്, എക്സ് എഫ് 1 ആവും. അപ്പൊ ഓപ്ഷൻ ഡി തെറ്റാണ്. എ ശരിയാണ്, ബി ശരിയാണ്, സി ശരിയാണ്. അതാണ് കാര്യം. ക്ലിയർ ആയി വിചാരിക്കാണ്. ഓക്കെ, ജെയ് അഡ്വാൻസ് 2013 ക്വസ്റ്റൻ ആണ്. The number of points in -∞ for which x² - x sin x - cos x എന്താണ്, 0 ആണ് അല്ലെ. ഈ കാണുന്ന ആള് 0 ആവുന്ന എത്ര പോയിന്റുകൾ -∞ ഉണ്ട്, ഇതൊരു ക്വസ്റ്റ്യൻ അല്ലെ. ഇതേപോലത്തെ ദിവസം തൊട്ട് മുമ്പ് നമ്മൾ ചെയ്താ, കാരണം എന്താ, ഒരു ഫംഗ്ഷൻ 0 എന്ന പോയിന്റ് എണ്ണം കാണെങ്കിൽ ആ ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചിട്ട് ആ ഫംഗ്ഷൻ എക്സ് ആക്സിന് എത്ര പോയിന്റ് കട്ട് ചെയ്യുന്നോ അത്രയും സൊല്യൂഷൻസ് ഉണ്ടാവും അല്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു ഫംഗ്ഷൻ 0 എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യാന്നർത്ഥം അല്ലെ. സോ ഒരു ഫംഗ്ഷൻ 0 എന്ന പോയിന്റ് എണ്ണം ചോദിച്ചാലേ ആ ഫംഗ്ഷൻ എക്സ് ആക്സിലെ കട്ട് ചെയ്യുന്ന പോയിന്റ് എണ്ണം നോക്കിയാൽ മതി അല്ലെ. സോ ഫംഗ്ഷൻ ആരാ, ഈ ഫംഗ്ഷന് ഏകദേശം ഗ്രാഫ് വരയ്ക്കാൻ പോണേ. ഫംഗ്ഷൻ ആരാ, x² -
എക്സ് സ്ക്വയർ മൈനസ് എക്സ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണ് ഫംഗ്ഷൻ അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫംഗ്ഷന്റെ വാല്യൂ 0 ആവുക എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യുക എന്നാണ് അർത്ഥം അല്ലെ. ഇനി ഒരു ഫംഗ്ഷൻ 0 എന്ന പോയിന്റിന്റെ എണ്ണം ചോദിച്ചാൽ ആ കാണുന്ന ഫംഗ്ഷൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ എണ്ണം കണ്ടാൽ മതി അല്ലെ. അത് കാണണമെങ്കിൽ ഞാൻ ഈ ഫംഗ്ഷൻ നാച്ചുറൽ നോക്കാം മോനെ. ജസ്റ്റ് ഞാൻ ഡെറിവേറ്റീവ് എടുത്തു അല്ലെ. എന്താ എഫ് ഡാഷ് എക്സ് വരിക? ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ 2x മൈനസ് ഡെറിവേറ്റീവ് എക്സ് സൈൻ എക്സ് എന്താ? എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് എക്സ് എന്താ? 1 മൈനസ് കോസ് എക്സ് ആവല്ലേ അല്ലെ. കോസ് എക്സ് അല്ല മൈനസ് ഓഫ് ഡെറിവേറ്റീവ് കോസ് എക്സ് എന്താ? മൈനസ് സൈൻ എക്സ് അല്ലേ എടാ, മൈനസ് സൈൻ എക്സ്. അപ്പൊ ഈ പ്ലസ് സൈൻ എക്സും ഈ കാണുന്ന സൈൻ എക്സും പോവില്ലേ. ഇവിടെ മൈനസ് സൈൻ എക്സാ, ആ സൈൻ എക്സും പോയി. ബാക്കി എന്താ? 2x മൈനസ് എക്സ് കോസ് എക്സ് അല്ലെ. ഇവിടെ എക്സ് കോമൺ ആയിട്ടാലേ ബാക്കി എന്താ? 2 മൈനസ് കോസ് എക്സ് അല്ലേ. എക്സ് കോമൺ ആക്കി എടുത്താലേ എക്സ് കോമൺ ബാക്കി എന്താ? 2 മൈനസ് കോസ് എക്സ് അല്ലേ അല്ലെ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം കേസ്. ഈ 2 മൈനസ് കോസ് എക്സ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ? അവിടെ കോസ് എക്സിന്റെ വാല്യൂ -1 1 ഇടയില്ല. അതായത് കോസ് എക്സിന് വരാവുന്ന മാക്സിമം വാല്യൂ 1 ആ അല്ലെ. കോസ് എക്സിന് വരാവുന്ന മാക്സിമം വാല്യൂ എന്താ? 1 ആണ്. അത് 1 ആയാൽ ഇതെന്താവും? 2 മൈനസ് 1 1 ആവും അല്ലെ. ഇത് വരാൻ മിനിമം കോസിന് വരാവുന്ന മിനിമം എന്താ? കോസിന് വരാവുന്ന മിനിമം -1 ആണ് അല്ലെ. ഇത് -1 2 + 1 3 ആവും അല്ലെ. അതിനർത്ഥം ഇവിടെ ഈ കാണുന്ന ആൾ ഒരിക്കലും എന്താവില്ല? നെഗറ്റീവ് ആവില്ല അല്ലെ. ഈ കാണുന്ന ആൾ ഒരിക്കലും എന്താവില്ല? നെഗറ്റീവ് ആവില്ല അല്ലെ. കാരണം എന്താ? അവിടെ കോസ് എക്സിന്റെ വാല്യൂ ഏറ്റവും മാക്സിമം ആവുമ്പോഴാ 1 ആവുമ്പോഴാ അല്ലെ. അത് 1 ആകുമ്പോൾ പോഴും 2 മൈനസ് 1 1 ആവുള്ളൂ അല്ലെ. അതിന്റെ അർത്ഥം 2 മൈനസ് കോസ് എക്സിന് മിനിമം എത്രയാ? 1 ആണ്. 2 മൈനസ് കോസിന് മിനിമം എന്താ? 1 ആണ്. അപ്പൊ ഇതെന്തായാലും പോസിറ്റീവാ, ഇതൊരിക്കലും നെഗറ്റീവ് ആവില്ല അല്ലെ. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുക ആരെയാ? എക്സ് ആണ് അല്ലെ. അവിടെ എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് മൊത്തം പോസിറ്റീവ് ആയില്ലേ. അപ്പോൾ അവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് വരിക. എന്താണ്? ഞാൻ ഫംഗ്ഷൻ ഗ്രാഫ് വരയ്ക്കാൻ പോണേ. ആ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കാൻ പോണേ. 0 ഫംഗ്ഷന്റെ വാല്യൂ എന്താ? 0 ഫംഗ്ഷന്റെ വാല്യൂ എന്താ? ഇതല്ല എന്റെ ഫംഗ്ഷൻ. എന്റെ ഫംഗ്ഷൻ ആരാ? എക്സ് സ്ക്വയർ മൈനസ് എക്സ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് അല്ലേ അല്ലെ. 0 ആകുമ്പോഴേ ഇത് എക്സ് 0 ആകുമ്പോൾ ഇത് 0 മൈനസ് കോസ് 0 അല്ലേ. ഇത് -1 അല്ലേ അല്ലെ. അപ്പൊ എക്സ് 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? -1 ആ. എക്സ് 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? -1 അല്ലെ. ഇനി പറ എക്സ് പോസിറ്റീവ് ആയ ഫംഗ്ഷൻ വാല്യൂ എന്താ? അവിടെ എക്സ് പോസിറ്റീവ് ആണെങ്കിലേ ഈ കാണുന്ന ആൾ ഓൾറെഡി പോസിറ്റീവാ അല്ലെ. ഈ കാണുന്ന ആൾ ഓൾറെഡി പോസിറ്റീവാ. എക്സ് പോസിറ്റീവ് ആണെങ്കിലേ ഇതും പോസിറ്റീവായി അല്ലെ. അങ്ങനെയെങ്കിൽ എഫ് ഡാഷ് എക്സ് കംപ്ലീറ്റ്ലി പോസിറ്റീവ് അല്ലേ. എഫ് ഡാഷ് കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആണെങ്കിലേ അവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് വരിക. എങ്ങനെയാണ്? അവിടെ എക്സ് പോസിറ്റീവ് ആണെങ്കിലേ ഈ കാണുന്ന ആള് ഓൾറെഡി പോസിറ്റീവ് ആണ് അല്ലെ. ഇനി എക്സ് പോസിറ്റീവ് ആണെങ്കിലേ ഈ കാണുന്ന ആളും പോസിറ്റീവ് ആവും അല്ലെ. സോ പോസിറ്റീവിന്റെ പോസിറ്റീവ് അല്ലേ അല്ലെ. അതായത് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ? പോസിറ്റീവ് ആണ്. ഫംഗ്ഷൻ പോസിറ്റീവ് ആകുമ്പോൾ ഇൻക്രീസിങ് വരിക ആണ് അല്ലെ. ഇനി എക്സ് നെഗറ്റീവ് ആകുമ്പോഴോ? അവിടെ എക്സ് നെഗറ്റീവ് ആകുമ്പോഴേ ഇത് ഓൾറെഡി പോസിറ്റീവാ അല്ലെ. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ ഇത് നെഗറ്റീവായി അല്ലെ. നെഗറ്റീവിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ വരിക. അപ്പൊ ഫംഗ്ഷൻ എന്താ? ഡിക്രീസിങ് ആ. അപ്പൊ എക്സ് നെഗറ്റീവ് ഫംഗ്ഷൻ എന്താ? ഡിക്രീസിങ് ആ അല്ലെ. പറയാം എക്സ് ആക്സിന് എത്ര പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്? 2 പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. 2 പോയിന്റ് കട്ട് ചെയ്യുമ്പോൾ 2 സൊല്യൂഷൻ അല്ലേ. സെൻസിസ് ഓപ്ഷൻ സി. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ക്വസ്റ്റ്യൻ എന്താ? number of points in the interval -∞ to infinity for which x square minus x sin x minus cos x എന്താണ്? 0 ആണ് അല്ലെ. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് 0 ആവാ? ഒരു ഫംഗ്ഷൻ 0 ആണെന്ന് പറഞ്ഞാലേ അതിന്റെ അർത്ഥം ആ ഫംഗ്ഷൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ 0 ആകുന്ന പോയിന്റ് എണ്ണം ചോദിച്ചാലേ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റുകളുടെ എണ്ണം കണ്ടാൽ മതി അല്ലെ. ഈ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എണ്ണം കാണെങ്കിൽ അതിന്റെ ഏകദേശം ഗ്രാഫ് ഇറക്കാണ്. ഞാൻ ഡെറിവേറ്റീവ് എടുത്തു ഇല്ലേ. ഡെറിവേറ്റീവ് എടുത്തപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ആ ഡെറിവേറ്റീവ് എന്താ? എക്സ് ഇൻറ്റു 2 മൈനസ് കോസസ് ആ അല്ലെ. ഈ 2 മൈനസ് കോസസ് എന്തായാലും പോസിറ്റീവ് വരാം അല്ലെ. അപ്പൊ ആ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുക ചെയ്യാം അല്ലെ. എക്സ് 0 ആകുമ്പോൾ ഫംഗ്ഷൻ വരെ നെഗറ്റീവാ. അപ്പൊ താഴെ വരും അല്ലെ. ഇനി എക്സ് പോസിറ്റീവ് ആണെങ്കിലേ ഇത് ഓൾറെഡി പോസിറ്റീവാ. അപ്പൊ എക്സ് പോസിറ്റീവ് ഇതും പോസിറ്റീവ് ആയി അല്ലെ. പോസിറ്റീവിന്റെ പോസിറ്റീവ് അല്ലേ. അപ്പൊ എഫ് ഡാഷ് ഇസ് പോസിറ്റീവ് ആയി. അതേ ഫംഗ്ഷൻ അവിടെ ഇൻക്രീസിങ് ആണ്. എക്സ് നെഗറ്റീവ് ആകുമ്പോഴേ ഇത് ഓൾറെഡി പോസിറ്റീവാ. എക്സ് നെഗറ്റീവ് ഇത് നെഗറ്റീവായി. നെഗറ്റീവിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ. അപ്പൊ അവിടെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആവും. അപ്പൊ ഡിക്രീസിങ് ഇൻക്രീസിങ്. അപ്പൊ 2 പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്, 2 സൊല്യൂഷൻ വരും. അപ്പൊ ഇതാണ് ആ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യേണ്ട ഐഡിയ. ക്ലിയർ ആയെന്ന് വിചാരിക്കാണ്. നെക്സ്റ്റ് വൺ, സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഓഫ് ദി കർവ്. കർവ് ആരാ ഇവിടെ? കർവ് ആരാ? y minus x ratio 5 all square x into 1 plus x square all square.
ഇതാണ് എന്റെ ഫംഗ്ഷൻ അല്ലെ. ഈ ഫംഗ്ഷന്റെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കാണാം അല്ലെ. എന്താണ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കാണാം അല്ലെ. നമുക്ക് എല്ലാവർക്കും സ്ലോപ്പ് ഓഫ് ടാൻജന്റ് dy/dx അല്ലേ അല്ലെ. നമുക്ക് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് പറഞ്ഞ ആരാ dy/dx ആ അല്ലെ. അപ്പൊ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കാണാന്ന് പറഞ്ഞാലേ ആരെ കാണേണ്ടത് dy/dx കാണേണ്ടത് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണോ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആരാ dy/dx ആ അല്ലെ. അപ്പൊ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കാണാൻ പറഞ്ഞാലേ ആരെ നമുക്ക് കാണേണ്ടത് dy/dx ആണ്. ഞാൻ dy/dx ആണ് രണ്ടു ഭാഗത്ത് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്തു. ഇവിടെ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്തു, ഇവിടെയും ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്തു. d/dx y-x⁵ ഹോൾ സ്ക്വയർ എന്താ 2 × y-x⁵. ഡെറിവേറ്റീവ് x 2x അല്ലേ. അപ്പൊ ഡെറിവേറ്റീവ് y-x⁵ ഹോൾ സ്ക്വയർ എന്താ 2 × y-x⁵ ഇൻറ്റു ഡെറിവേറ്റീവ് y എന്താ dy/dx മൈനസ് ഡെറിവേറ്റീവ് x⁵ എന്താ 5x⁴ ഈക്വൽ ടു. അവിടെ ഇവിടെ രണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ അല്ലെ. വേണമെങ്കിൽ ഇതൊന്നും ചെറുതാക്കല്ലേ, വേണമെങ്കിൽ അതിനൊന്നും ചെറുതാക്കാം. ഞാൻ x × 1 + x ഹോൾ സ്ക്വയർ അല്ലേ. x × 1 + x ഹോൾ സ്ക്വയർ എന്താ 1 + x ഹോൾ സ്ക്വയർ എന്താ a + b ഹോൾ സ്ക്വയർ എന്താ a² + 2ab + b² അല്ലേ. സോ 1² + 2x² + x⁴. ഇത് ഓപ്പൺ ആക്കിയല്ലോ x + 2x³ + x⁵ അല്ലേ. അപ്പൊ റൈസൽ ആരാ ഇത് മാറ്റാണ്. റൈസൽ ആരാ x + 2x³ + x⁵. ഡിഫറൻഷ്യൽ ചെയ്തല്ലേ ഡെറിവേറ്റീവ് x1 ആണ്. ഡെറിവേറ്റീവ് 2x³ 6x² അല്ലേ അല്ലെ. ഡെറിവേറ്റീവ് x⁵ എന്താ 5x⁴ അല്ലേ അല്ലെ. ഇനി എക്സിന് 1 കൊടുക്കുക, വൈക്ക് 3 കൊടുക്കുക അല്ലെ. 1,3 അല്ലേ. അപ്പൊ x1 y3 x1 y3 അപ്പൊ 2 × y3 ആണ് x1 ആണ് dy/dx മൈനസ് 5 x1 ആണ് 1 + x1 ആണ് ഇതല്ലേ വരിക. അപ്പൊ എന്താ ഇത് 3 - 1 2 ആണ് 2 × 4 അല്ലേ. 4 × dy/dx -5 ഇതാരാ 12 അല്ലേ. കട്ട് ചെയ്ത് 3 ആവൂലേ അല്ലെ. അപ്പൊ dy/dx എന്താ വരിക dy/dx എന്താ 3 + 5 8 അല്ലേ വരിക അല്ലെ. ആ dy/dx അല്ലേ സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. ആ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് നമുക്ക് എന്ത് കിട്ടി 8 കിട്ടി. വളരെ ഈസി കിട്ടി അല്ലേ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് എന്താ ഒരു ഫംഗ്ഷന്റെ സ്ലോപ്പിന്റെ ടാൻജന്റ് സ്ലോപ്പ് എന്താ dy/dx ആ. ഒരു ഫംഗ്ഷന്റെ ഒരു കർവിന്റെ സ്ലോപ്പിന്റെ ടാൻജന്റ് സ്ലോപ്പ് എന്താ dy/dx ആണ്. അതാണ് അവിടെ അറിയേണ്ടത്. അത് ക്ലിയർ ആയി ചോദിക്കണേ. നെക്സ്റ്റ് വൺ IIT JEE 2008 ക്വസ്റ്റ്യൻ ആണ്. അവിടെ എന്താ എ ഫംഗ്ഷൻ ഫ്രം -∞ to -π/2 അല്ലെ. ആ ഫംഗ്ഷൻ ആരാ 2 tan inverse e raised to u -π/2 ആണ്. ഇതാണ് എന്റെ ഫംഗ്ഷൻ അല്ലെ. അവിടെ ഓപ്ഷനിൽ മൊത്തം ആ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണോ ഈവൻ ആണോ ഓടാന്ന് ചോദിച്ചു അല്ലെ. അവിടെ ആദ്യം ഓടാണ് ഈവൻ ആണ് ചെക്ക് ചെയ്യണേ. നമുക്ക് എല്ലാവർക്കും വരും ഒരു ഫംഗ്ഷൻ ഓടാണെങ്കിൽ f(-x) എന്താ -f(x) അല്ലേ അല്ലെ. ഒരു ഫംഗ്ഷൻ ഓടാണെങ്കിൽ f(-x) എന്താ f(x) ആ. അതേപോലെ ഒരു ഫംഗ്ഷൻ ഇത് ഓടാണ് കണ്ടീഷൻ ആണ്. ഒരു ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ f(-x) = f(x) ആ. ഇതാണ് ഫംഗ്ഷൻ ഈവൻ ആണ് കണ്ടീഷൻ അല്ലെ. ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ f(-x) -f(x) ആ. ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ f(-x) f(x) ആ അല്ലെ. ഇതിൽ ഏതാണ് ചെക്ക് ചെയ്യണം. ഇവിടെ g(u) ആയതുകൊണ്ട് ഞാൻ ഈ g(-u) ആണ്. g(-u) എന്താ 2 tan inverse e raised to അവിടെ യുക്ക് -u അല്ലേ -u -π/2. ഞാൻ രണ്ടും ആഡ് ചെയ്യുന്ന വിചാരിക്കുക. രണ്ടും ആഡ് ചെയ്യുമ്പോൾ തരുത് g(u) + g(-u) അല്ലെ. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഞാൻ 2 കോമൺ എടുത്ത് 2 കോമൺ എടുത്ത് ബാക്കി എന്താ tan inverse e raised to u പ്ലസ് tan inverse e raised to -u അല്ലേ. tan inverse e raised to -u അല്ലേ. tan inverse e raised to -u എന്ന് പറഞ്ഞാലേ tan inverse 1/e raised to u അല്ലേ അല്ലെ. ദെൻ ഇതെന്താ വരിക -π/2 പ്ലസ് -π/2 -π വരിക -2π/2 ആണ് -π ആണ് അല്ലെ. ഇതാര് വരിക 2. എടാ tan inverse 1/x cot inverse x അല്ലേ. tan inverse 1/x എന്താ cot inverse x ആ. അങ്ങനെ ഇതിനെയാണ് tan inverse e raised to u. ഇത് tan inverse 1/e raised to u അല്ലേ. അത് cot inverse u അല്ലേ -π 2 × എടാ tan inverse x plus cot inverse x π/2 അല്ലേ. ഇൻവേഴ്സിന് പ്രോപ്പർട്ടി ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. tan inverse x plus cot inverse x π/2 ആ. അപ്പോൾ tan inverse e raised to u plus cot inverse e raised to u എന്താ π/2 ആ അല്ലെ. സോ π/2 -π ഇത് 2 π -π 0 അല്ലേ അല്ലെ. അപ്പൊ എന്ത് കിട്ടി g(u) plus g(-u) എന്താ 0. അങ്ങനെ അവിടെ g(-u) എന്താ g(-u) - g(u) അല്ലേ
അല്ലെ? അവിടെ ജി ഓഫ് യു പ്ലസ് ജി ഓഫ് മൈനസ് യു എന്താ 0 എന്ന് കിട്ടി. അപ്പൊ ജി ഓഫ് മൈനസ് യു എന്താ മൈനസ് ജി ഓഫ് യു അല്ലേ? അല്ലെ? നമുക്ക് എല്ലാവർക്കും വരാം എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിലേ അത് ഈ മൈനസ് ഫംഗ്ഷന്റെ ഉള്ളിലായിരുന്നു അല്ലെ? ആ ഫംഗ്ഷന്റെ ഉള്ളിലത്തെ മൈനസ് ആ ഫംഗ്ഷനെ പുറത്തേക്ക് വന്നാലേ ഫംഗ്ഷൻ ഓടാ അല്ലെ? ഇവിടെ നോക്ക് ഫംഗ്ഷൻ ഉള്ളിലെ മൈനസ് ആ ഫംഗ്ഷനെ പുറത്തേക്ക് വന്നേ സോ ഫംഗ്ഷൻ ഓടാണ്. അപ്പൊ ജി എന്ന ഫംഗ്ഷൻ എന്താണ്? ഓടാണ് അല്ലെ? അപ്പൊ ഈവൻ എന്ന് പറഞ്ഞ തെറ്റല്ലേ? ഇവിടെ ഈവൻ എന്ന് പറഞ്ഞ തെറ്റാണ്. ഇവിടെ നെയ്തർ ഈവൻ നോർ ഓടാണ്, അതും തെറ്റാണ്, ഓടാണ്. ഇനി അടുത്തെന്താ? ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ അല്ലെ? നമുക്ക് എല്ലാവർക്കും ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണെങ്കിൽ ഡെറിവേറ്റീവ് വാല്യൂ പോസിറ്റീവ് ആണ്, ഒരു ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണെങ്കിൽ ഡെറിവേറ്റീവ് വാല്യൂ നെഗറ്റീവ് ആണ് അല്ലെ? ഇവിടെ ഫംഗ്ഷൻ ആരാ 2 tan inverse e raised u മൈനസ് പൈ ബൈ 2 അല്ലേ? ജസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക ജി ഡാഷ് യു 2 ഇൻറ്റു ഡെറിവേറ്റീവ് tan inverse x 1/1 plus x square അല്ലേ? അപ്പൊ ഡെറിവേറ്റീവ് tan inverse e raised u എന്താ 1/1 plus e raised u ന്റെ സ്ക്വയർ ഇൻറ്റു e raised u അല്ലേ? ഡെറിവേറ്റീവ് മൈനസ് പൈ ബൈ 0 അല്ലേ? എന്താ വരിക അല്ലെ? നമുക്ക് എല്ലാവർക്കും വരാം 2 പോസിറ്റീവ് ആണ്, ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഇതും പോസിറ്റീവ് ആണ്. പിന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അല്ലേ? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്തായാലും പോസിറ്റീവ് ആണ് അല്ലെ? അവിടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്തായാലും പോസിറ്റീവ് അല്ലേ? അപ്പൊ ഇത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്, ഇത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്, എല്ലാവരും പോസിറ്റീവാ. അപ്പൊ ജി ഡാഷ് എന്താണ്? പോസിറ്റീവ് ആണ്. ഡെറിവേറ്റീവ് പോസിറ്റീവ് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് അല്ലേ വരിക? അപ്പൊ ഓടാണ് ഇൻക്രീസിംഗ് ആണ്, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. കാര്യം മനസ്സിലായോ? എന്താണ് അവിടെ ഞാനേ ഡെറിവേറ്റീവ് എടുത്തു അല്ലെ? ഡെറിവേറ്റീവ് ഓഫ് tan inverse x എന്താ 1/1 plus x square ആ. അപ്പൊ ഡെറിവേറ്റീവ് tan inverse e raised to എന്താ 1/1 plus e raised to ന്റെ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് e raised to അല്ലേ? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്തായാലും പോസിറ്റീവാ, 2 എന്തായാലും പോസിറ്റീവാ. അപ്പൊ ഫംഗ്ഷൻ എന്തായാലും പോസിറ്റീവായി. അപ്പൊ ഡെറിവേറ്റീവ് എന്തായാലും പോസിറ്റീവായി, ഡെറിവേറ്റീവ് പോസിറ്റീവ് അത് ഇൻക്രീസിംഗ് അല്ലേ? സോ ഫംഗ്ഷൻ എന്തായി മാറി? ഇൻക്രീസിംഗ് മാറി. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അത്രയാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയുന്നത്. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും മെയിൻ ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ കാര്യം ചെയ്യുക, വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക, ക്ലിയർ ആക്കുക. ഓക്കെ, അത് ക്ലിയർ ആയ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ചെയ്യാനില്ല അല്ലേ? വലിയ ബുദ്ധിമുട്ട് നമ്മൾ വരാനില്ല. അപ്പൊ ഇത് ക്ലിയർ ആയി വിചാരിക്കുകയാണ്. അപ്പോൾ ഇതെന്ത് വൃത്തിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഈ ടോപ്പിക്കിൽ ഡൗട്ട് എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.